താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ ഗോസ്പൽ ടി വി UP എന്ന ഈ ചാനലിനോടൊപ്പം ആയിരിക്കാൻ്റെ ഗുണം കർത്താവ് വളരെയധികം സഹായിച്ച കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി ജോസഫാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ കുറെ ദിവസങ്ങൾ അല്ലെ കുറച്ച് നാളുകളായിട്ട് നമുക്ക് കേൾക്കുവാൻ്റെ ഗുണം ദൈവവചനം പഠിക്കുവാൻ്റെ ഗുണം ദൈവം നമ്മെ സഹായിച്ചു. അതിലൂടെ അനേകർക്ക് പ്രയോജനമായിത്തീരുന്നു. അതിന് വളരെയധികം സന്തോഷം. അതോടൊപ്പം ദൈവത്തിന്റെ വചനം അനേകർക്ക് പ്രയോജനപ്പെടാൻ ഗുണം ദൈവം ഇനിയും അദ്ദേഹത്തെ ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നഷ്ടം. അപ്പൊ എന്തുകൊണ്ട് സ്വർഗത്തിൽ പാടുന്ന പാട്ട് ഭൂമിയിൽ പാടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന്റെ കഴിഞ്ഞ പാർട്ടില് കേട്ടതാണ്. അപ്പൊ അതിൽ ഇന്ന് രണ്ടാമത്തെ പാട്ടാണ്. അപ്പൊ അതിലേക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പാസ്റ്ററെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വപിതാവേ, മഹാസ്നേഹത്തിനായി നന്ദിയമ്മ. ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന അങ്ങയുടെ കരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. മുഖാന്തരങ്ങൾക്കായി അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളെ സൃഷ്ടിച്ചു. നഷ്ടപ്പെട്ടു പോയി ഞങ്ങളെ ക്രിസ്തയേശു മുഖാന്തരം അങ്ങ് രക്ഷിച്ചു, വീണ്ടെടുത്തു. ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി അങ്ങയുടെ മാറുടണയ്ക്കുന്നു. മഹാസ്നേഹത്തിനായ നന്ദിയോടെ സ്തോത്രം. ഈ അപ്പായെ തിരിച്ചറിയുവാൻ തക്കവണ്ണം എന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. താങ്ക് യു അപ്പ. Thank you, Jesus, for revealing such a heavenly Father to us. Thank you. Thank you, Holy God. Thank you for working in us. ഞങ്ങൾ പ്രവർത്തിക്കുന്ന അങ്ങയുടെ മഹാകൃപയ്ക്കായി ഈ ശുശ്രൂഷയിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഹൃദയങ്ങളെ തുറന്നു കൊടുക്കട്ടെ. അങ്ങയുടെ ചിന്തകൾ എന്തെന്ന് മനസ്സിലാക്കി അത് ജീവിക്കാൻ അങ്ങയുടെ മക്കളെ സഹായിക്കും. ശുശ്രൂഷ, അങ്ങയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്ന ഗോസ്പൽ TV ചാനലിനായി സ്തോത്രം ചെയ്യുന്നു. സഹോദരനായ സഹോദരിക്കായി കൂടെ പ്രവർത്തിക്കുന്ന ഏവർക്കുമായി സ്തോത്രം ചെയ്യും. ഞാൻ അങ്ങയുടേതല്ലോ, ഇതായി മുഖാന്തരം വഴി അങ്ങയുടെ ശരീരമായ ക്രിസ്തയേശുവിന്റെ അവയവമായി അങ്ങുമായി ഒന്നായി ജീവിപ്പാൻ അങ്ങയുടെ ഈ ഭൂമിയിലെ ഒരു എഴുത്തുപോലായി, ഒരവയവമായി, ഒരു പ്രകാശനമായി വെളിപ്പെടുവാൻ ഇതാ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ സർവമഹത്വം അങ്ങേക്ക്. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ വലിയ ദയയാൽ ഈ കൊച്ചായുസിൽ രാവിലെ മുളച്ചു വൈകിട്ട് വാടിപ്പോകുന്ന കൊച്ചു ജീവിതത്തിൽ നമ്മുടെ സൃഷ്ടാവിന്റെ ചിന്തകളുടെ ഒരു പ്രകാശനമായി, വെളിപ്പെടലായി നിങ്ങളുടെ മുമ്പിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഹൃദയത്തിൽ ഉദിപ്പിച്ച ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച സന്ദേശത്തിന്റെ തുടർച്ചയാണെങ്കിലും സ്വർഗത്തിൽ പാടുന്ന ഈ പാട്ട് എന്തുകൊണ്ട് ഭൂമിയിൽ പാടുന്നില്ല? ആ ഒരു സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ ദൈവത്തിന്റെ നഷ്ടം നിങ്ങളെ അറിയുക. ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനൊരു ടൈറ്റിൽ കേട്ടിട്ടുണ്ടാകുകയില്ല, ദൈവത്തിന്റെ നഷ്ടം. കാരണം ദൈവത്തിന് ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടായെന്നുള്ളത് തിരിച്ചറിയുവാൻ തക്കവണ്ണം, ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മളുടെ മനസ്സുകൾക്ക് കഴിവില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, സാത്താൻ മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി കളയും.
ദൈവത്തിന്റെ നഷ്ടം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ദൈവത്തിന് ലാഭം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ചിന്തിച്ച്, ദൈവത്തിനൊരു വമ്പൻ നഷ്ടമുണ്ടായി. ഇതാണ് ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ, ദൈവത്തിനുണ്ടായ നഷ്ടം. ഈ നഷ്ടം നികത്തേണ്ടത് സഭയാണ്. പക്ഷെ സഭയ്ക്ക് അതിനെക്കുറിച്ച് അറിയില്ല. സഭയെ പിശാച് കുരുടാക്കി കീഴടക്കി കളഞ്ഞു. കാരണം സഭ പ്രവർത്തിക്കേണ്ട തലത്തിലല്ല സഭ പ്രവർത്തിക്കുന്നത്. സഭ പ്രവർത്തിക്കാൻ സ്വർഗീയ പിതാവ് ക്രിസ്തയേശുവിലൂടെ നമുക്ക് നൽകിയ ആ പ്രവർത്തന രീതിയിലല്ല സഭ പ്രവർത്തിക്കുന്നത്. ഒരു ദൈവദാസന്റെ ഭയം ബൈബിളിൽ കാണുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയാണ്. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ സഭയെ, നിങ്ങളെയും ചതിച്ചു എന്ന് ഞാൻ ഭയപ്പെടും. ആര്? സർപ്പം, സാത്താൻ. അന്ന് സർപ്പം സ്ത്രീയെ, ഹവ്വയെ വഞ്ചിച്ചു. ഇന്ന് സർപ്പം മറ്റൊരു സ്ത്രീയെ വഞ്ചിച്ചു. ആ സ്ത്രീയുടെ പേരാണ് സഭ. ഹവ്വ അറിഞ്ഞില്ല താൻ വഞ്ചിക്കപ്പെട്ടത്. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. ഇന്ന് സഭ അറിഞ്ഞില്ല സഭ എന്ന സ്ത്രീയെ ഭയമാണ്. അതിന് യാഥാർത്ഥ്യം. അന്ന് സർപ്പം ഹവ്വയെ ചതിച്ചപ്പോൾ ദൈവത്തിനൊരു വമ്പൻ നഷ്ടമുണ്ടായി. ദൈവത്തിൻ്റെതായിരുന്ന ഭൂമി ദൈവത്തിന് നഷ്ടമായി. ദൈവത്തിൻ്റെതായ മക്കൾ, ആദം ഹവ്വ ദമ്പതികൾ, അവരുടെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചാക്കിയ മക്കൾ ദൈവത്തിന് നഷ്ടമായി. മക്കളെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു വന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും ശ്രദ്ധിക്കാനല്ലേ? സർപ്പം വഞ്ചിച്ചിരിക്കുകയാണല്ലോ സ്ത്രീയെ. ഹവ്വ എന്ന സ്ത്രീയെ ഉൽപ്പത്തിയിൽ വഞ്ചിച്ചു. എന്നാൽ ഇപ്പോൾ സഭ എന്ന സ്ത്രീയെ വഞ്ചിച്ചു. മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെന്നപോലെ ഭൂമിയിൽ നിറവേറണമേ. ദൈവരാജ്യം ഭൂമിയിൽ വരണമെന്ന്. എന്ത് പറ്റി ഈ ഭൂമിക്ക്?
ദൈവത്തിന് ഭൂമിയുടെ ഭരണം നഷ്ടപ്പെട്ടു. ഭൂമിയുടെ ഭരണം നഷ്ടപ്പെട്ടു. ദൈവത്തിനുണ്ടായ നഷ്ടം. ഒരുപക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കാം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് 11:15 വായിച്ചാൽ, ഏഴാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ നടക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരുപക്ഷെ ദൈവത്തിന് നഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലര് നെഗറ്റീവ് കമന്റ് എഴുതാൻ വേണ്ടി തുനിഞ്ഞിരിക്കുകയായിരിക്കാം. വായിക്കരുത്. ഏഴാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ലോകരാജ്യത്വം, ഭൂമിയുടെ മുകളിലുള്ള സ്പിരിച്വൽ കേന്ദ്രമാണ് ലോകം, അതിന്റെ ഭരണം നമ്മുടെ കർത്താവിനും എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥ പിതാവിനും, യഹോവയായ ദൈവത്തിന്, അവന്റെ ക്രിസ്തുവിനും, സ്വർഗസ്ഥ പിതാവിനാൽ സർവ്വലോകത്തിന്റെ രാജാവായി നിയമിച്ചിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അതെന്തല്ല, അവരുടെ കീഴിലല്ല, അവരുടെ കീഴിലല്ല. ഇതാണ് ദൈവത്തിനുണ്ടായ നഷ്ടം, ദൈവത്തിന്റെ നഷ്ടം. ഇതായി തീരണം, ഇന്നുമായി തീർന്നിട്ടില്ല. ഇതായി തീരണം, ഇന്നുമായി തീർന്നിട്ടില്ല. പക്ഷേ സഭ ഇതറിയുന്നുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താണ്? സാത്താൻ, ഇന്ന് ലോകത്തിന്റെ ഭരണാധികാരി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്ന സാത്താൻ, ഉൽപ്പത്തിയിൽ ഹൗവയെ വഞ്ചിച്ചതുപോലെ വ്യക്തമായി സഭയെ വഞ്ചിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വഞ്ചന തിരിച്ചറിയാതെ സാത്താന്റെ കീഴിൽ കിടക്കുന്ന ഈ ലോകത്തില് അത് കിട്ടും, ഇത് കിട്ടും, മറ്റത് കിട്ടും എന്ന് പറഞ്ഞ് യേശുവിനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കൂട്ടം ജനം. അന്യവസ്ത്രാദി സർവ നന്മകളുടെ പാട്ടും പാടിക്കും. എന്നാൽ കർത്താവായ യേശു എന്നാ പറഞ്ഞേ? നിനക്ക് അന്നം വേണോന്നും നിനക്ക് വസ്ത്രം വേണോന്നും നിനക്ക് കുടിക്കാൻ വേണമെന്നൊക്കെ നിന്റെ സ്വർഗസ്ഥ പിതാവിന് അറിയാം. മുമ്പേ ദൈവരാജ്യത്വം അന്വേഷിക്കേ. ദൈവം നിന്നെ വാഴുവാൻ, ദൈവം ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുവാൻ, ദൈവം ലോകഭരണം ഏറ്റെടുക്കുവാൻ, ആ ഭരണത്തിന്റെ കീഴിൽ നീ ആയിരിക്കാൻ മുമ്പേ അത് അന്വേഷിക്കുകയാണ് എങ്കിൽ നിനക്ക് വേണ്ടതും ചേർത്ത് നൽകപ്പെടും. എന്റെ പ്രിയ സഹോദരികളെ, ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. എന്തുകൊണ്ട് സ്വർഗത്തിൽ പാടുന്ന ഈ പാട്ട് ഭൂമിയിൽ പാടുന്നില്ല? വേറെ ഒന്നും കൊണ്ടല്ല. സർപ്പം ഹൗവയെ ഉപായത്തിൽ, ഉൽപ്പത്തിയിൽ ചതിച്ചതുപോലെ ഈ കാലങ്ങളിൽ സർപ്പം സഭയെ ഉപായത്തിൽ ചതിച്ചു. സഭ തോറ്റുപോയി. വിഷമമുണ്ടോ കേൾക്കുമ്പോ? വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. ആരെ തോൽപ്പിച്ചതുപോലെ? ഹൗവയെ തോൽപ്പിച്ചതുപോലെ, തന്ത്രത്തിലൂടെ തോൽപ്പിച്ചതുപോലെ. പക്ഷേ ആര് ശ്രദ്ധിക്കാൻ? കാരണം ജനങ്ങളുടെ ഫോക്കസ് മാറിക്കിടക്കുകയാണ്. ജനങ്ങളുടെ ഫോക്കസ് ഫ്ലഷിലാണ്, ജഡത്തിലാണ്, ജഡമണ്ഡലത്തിലാണ്. ഒരു ലാഭവുമില്ലാത്ത ജനം ജഡമണ്ഡലം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ പാടുന്ന പാട്ട് ഇന്ന്
ഇതാദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഇതൊന്ന് പാടാം, ഇതൊന്ന് നമുക്ക് കേൾക്കാം. സ്വർഗത്തിൽ പാടുന്ന പാട്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഇതാ മൂപ്പന്മാരും 4 ജീവികളും സ്വർഗത്തിലെ കൊയറാണ്. അവർ പാടുന്ന പാട്ടാണ് കുഞ്ഞാടിന്റെ മുൻപാകെ വീണുകൊണ്ട് പാടുന്ന പാട്ട്. യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ സ്വർഗസ്ഥ പിതാവ് സിംഹാസനത്തിലുണ്ട്, യേശു ക്രിസ്തു സിംഹാസനത്തിന് മുൻപിലുണ്ട്. എന്നാൽ സിംഹാസന മുമ്പാകെ കുഞ്ഞാടിന്റെ മുമ്പാകെ വീണ് പാടുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് ഇന്ന് ഭൂമിയിൽ പാടുന്നില്ല. കാരണം സഭകൾ തോറ്റുപോയി. പിശാച് സഭകളെ തോൽപ്പിച്ചു. വായിച്ചാട്ടെ അതിന്റെ 5-ന്റെ 9-ഉം 10. വെളിപ്പാട് 5-ന്റെ 9. അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പുതിയൊരു പാട്ട്, സ്വർഗത്തിൽ പാടുന്ന പുതിയ പാട്ട്. അവർ ഭൂമിയിൽ വാഴുന്നു. സ്വർഗത്തിലെ കൊയറ് പാടുകയാണ്. 24 മൂപ്പന്മാരും 4 ജീവികളും കുഞ്ഞാടിന്റെ മുമ്പാകെ വീണ് പാടുകയാണ്. ഇതാണ് നമ്മളുടെ ഭാവി. അവർ പാടുന്ന നമ്മുടെ ഭാവിയെ കുറിച്ചാണ്. ഇത് നമ്മൾ ഭൂമിയിൽ പാടാത്തതിന്റെ കാരണം ഇത് സഭ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിഞ്ഞാൽ പോലും അവർ പാടുന്നില്ല. കാരണം അവരെ സാത്താൻ കുരുടാക്കിയിട്ടിരിക്കുക. ലോകത്തിന്റെ ഭരണാധികാരിയെ സാത്താൻ കുരുടാക്കിയിട്ടിരിക്കുകയാണ്. ഇതായിരുന്നു യേശു ക്രിസ്തുവിന്റെ സന്ദേശം. എന്നാൽ ദൈവത്തിന്റെ വചനം 2 കൊരിന്ത്യന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, 2 കൊരിന്ത്യർ 4:4, 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന കാര്യം, സാത്താൻ മനുഷ്യരെ കുരുടാക്കി കളഞ്ഞു. യേശു ക്രിസ്തു പ്രസംഗിച്ച ഈ സന്ദേശം മനുഷ്യർ തിരിച്ചറിയാതിരിപ്പാൻ സാത്താൻ മനുഷ്യരെ കുരുടാക്കി കളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് പാടാത്തത്. സാത്താൻ തോൽപ്പിച്ചതാണ്. വായിച്ചാട്ടെ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ വചനം പറയുകയാണ് യേശു ക്രിസ്തു ദൈവപ്രതിമയായ, ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ള ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, അതായത് യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം, അത് മനുഷ്യരറിയാതിരിപ്പാൻ, ശോഭിക്കാതിരിപ്പാൻ പിശാച് മനുഷ്യന്റെ ഹൃദയങ്ങളെ കുരുടാക്കി. പിശാച് മനുഷ്യരുടെ ഹൃദയങ്ങളെ കുരുടാക്കി. അതുകൊണ്ടാണ് ഈ യേശു പ്രസംഗിച്ച സുവിശേഷം ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലുമില്ല. നാണമില്ലേ ക്രിസ്ത്യാനികളായ എന്റെ സഹോദരങ്ങളെ ഞാൻ ചോദിക്കുന്നേ, നാണമില്ലേ? പിശാചിന്റെ കയ്യിലെ കളിപ്പാവകളാണ്. യേശു പ്രസംഗിച്ച സുവിശേഷം പ്രസംഗിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് യേശുവിന്റെ പേരിൽ അങ്ങ് നിൽക്കുക. യേശു പ്രസംഗിച്ച സുവിശേഷം പ്രസംഗിക്കാൻ പഠിക്കുക സുവിശേഷകരെ. പിശാചിന്റെ കയ്യിലെ കളിപ്പാവകളാകല്ലേ. എന്താണ് ഈ പാട്ട്? സ്വർഗത്തിൽ പാടുന്ന പാട്ട് നമ്മളുടെ ഭാവിയാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് അവർ പാടുന്നത്. യേശു ക്രിസ്തു ഇവിടെ വന്ന് പറഞ്ഞിരുന്ന നമ്മളോട് ദൈവത്തിന്റെ ഭരണം സമീപിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഉടമസ്ഥൻ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് നിന്റെ സ്വകേന്ദ്രീകൃത ജീവിതം വിട്ടിട്ട് നീ ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് വരാനല്ലേ പറഞ്ഞേ. നമ്മൾ ഇതൊക്കെ വിട്ടിട്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളിത് എവിടെ പോവുക? എവിടെ പോവുക? ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു സഭയോട്, നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും, നിശ്ചയം. ആർക്കറിയാവുന്നല്ലേ? സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ സർപ്പം ഇവിടെ സഭയായ സ്ത്രീയെ ചതിച്ചു. നിങ്ങൾ വ്യക്തതയോടെ അറിയണം, സഭയാകുന്ന സ്ത്രീയെ ചതിച്ചു കളഞ്ഞു.
ഈ പാട്ട് എന്താ പാടുന്നേ? സ്വർഗത്തിൽ പാടുന്നേ. ആ പാട്ട് നിങ്ങൾ ആ വെളിപ്പാട് 5:9-10 വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കണം. നമ്മുടെ ഭാവിയെ കുറിച്ചാ പാടുന്നേ. ഈ ഭാവി നിൽക്കത്തില്ല, ഇത് ഉടഞ്ഞു പോവും മക്കളെ. ഈ ശരീര ഭാവി ഇത് ഉടഞ്ഞു പോവും, നിൽക്കില്ല ഇത്. ഇവിടെ പറയാണ്, സ്വർഗത്തിൽ പാടുന്ന ഒരു പാട്ടു ഞങ്ങൾ കേട്ടേ, ഭൂമിയിൽ അതേ പാട്ട് ഏറ്റു ഞങ്ങൾ പാടും. സ്വർഗത്തിൽ പാടുന്ന ഒരു പാട്ടു ഞങ്ങൾ കേട്ടേ, ഭൂമിയിൽ അതേ പാട്ട് ഏറ്റു ഞങ്ങൾ പാടും. അതേ പാട്ട് ഏറ്റുപാടണം. അത് തന്നെ ഏറ്റുപാടുന്നതാണ് സുവിശേഷം. എന്താണത്? സ്വർഗപിതാവിനായി ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയേ, ആക്കിയേ ഞങ്ങളെ രാജപുരോഹിതരായി, വാഴുന്നു മക്കൾ നാം ഭൂമി ദൈവത്തിനായി. ഹല്ലേലൂയ. സ്വർഗപിതാവിനായി ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയേ, ആക്കിയേ ഞങ്ങളെ രാജപുരോഹിതരായി, വാഴുന്നു മക്കൾ നാം ഭൂമി ദൈവത്തിനായി. അതിനുവേണ്ടി യേശുവിന്റെ പിന്നാലെ പോകണം. യേശു സ്തുതിച്ചിരുന്നു കൊണ്ടിരുന്ന അവസാനിക്കത്തില്ല. യേശു പറഞ്ഞതുപോലെ യേശുവിന്റെ പിന്നാലെ പോകണം. പോകാം, നമുക്ക് പോകാം, ക്രിസ്തുവിൻ പിന്നാലെ പോകാം. പോകാം, നമുക്ക് പോകാം, നാം സ്വർഗ വീട്ടിൽ പോകാം. സ്വർഗവിളിക്കോഹരി കാര നമുക്ക് പോയിടാം. കാത്തിരിക്കുന്ന അപ്പനെ കാണുവാനൊരുങ്ങിടാം. ഹല്ലേലൂയ. ധൂർത്തപുത്രന്റെ കഥയിൽ ആ ധൂർത്തപുത്രൻ തിരികെ വരുമ്പോ കാത്തിരിക്കുന്ന ഒരു അപ്പനെ കുറിച്ച് കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അപ്പന്റെ അടുക്കൽ പോകണ്ടേ നമുക്ക്? ഇവിടെ സാമ്രാജ്യങ്ങൾ കെട്ടിയിരുന്നാ മതിയോ? അപ്പന്റെ അടുക്കൽ പോകണ്ടേ? ഹല്ലേലൂയ. യേശുവിന്റെ സുവിശേഷം മുഴുവൻ ഈ അപ്പനെ കുറിച്ചായിരുന്നു പറയുന്നത്. അപ്പന്റെ അധികാരം, അപ്പന്റെ പരമാധികാരം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ വ്യത്യസ്ത തലത്തിലേക്ക് നമ്മളുടെ തലയ്ക്കകത്ത് കയറ്റിയിട്ട് ഒരു മതം ഉണ്ടാക്കി തന്നു സാത്താൻ. നമ്മളെ തോൽപ്പിച്ചു. സാത്താൻ നമ്മളെ തോൽപ്പിച്ചു. ഹൗവയെ തോൽപ്പിച്ചതുപോലെ സെക്കൻഡ് കൊരിന്ത്യർ 2:11 പറയാണ്, സാത്താൻ നമ്മളെ തോൽപ്പിക്കില്ല. സാത്താൻ തോൽപ്പിച്ചു. ഹൗവയെ തോൽപ്പിച്ചതുപോലെ തോൽപ്പിച്ചു. സെക്കൻഡ് കൊരിന്ത്യർ 2:11 സിസ്റ്റർ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഓ ഫാദർ, താങ്ക് യു. ലൈവിൽ ചില വിഷയങ്ങൾ ഉള്ളതായിട്ട് കാണും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഓക്കെ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുതെന്ന് നിങ്ങൾ കേൾക്കാൻ സാത്താൻ പോലും ആഗ്രഹിക്കുന്നില്ല. അപ്പോ സാത്താൻ നമ്മെ തോൽപ്പിക്കുന്നത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അറിയാത്തവരല്ല. ഇത് തമാശയില്ലൊരു പൊന്നുമക്കളെ, ദേവദാസന്മാരെ, നിങ്ങളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളെ തോൽപ്പിച്ചു കാണില്ലേ? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഏദനിൽ അവൻ ഹൗവ എന്ന സ്ത്രീയെ തോൽപ്പിച്ചതോടെ ദൈവത്തിന് വമ്പൻ നഷ്ടമുണ്ടായി. ഇന്ന് എന്നെയും നിങ്ങളെയും തോൽപ്പിക്കുമ്പോ ആ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ നികത്തിത്തരാൻ ദൈവത്തിന് കഴിയില്ല. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. 11-ാം അധ്യായം. ഇതാ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയാണ്. എന്തിനാ ദൈവദാസൻ ഭയപ്പെടുന്നത്? കാരണം ഉത്പത്തിയിൽ സംഭവിച്ചത് നിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും സംഭവിക്കരുത്. 11:2-3. ഒന്നുകൂടി പറഞ്ഞു മാസ്റ്ററെ. സെക്കൻഡ് കൊരിന്ത്യർ 2-ാം അധ്യായം 11-ന്റെ സെക്കൻഡ് കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ. താങ്ക് യു.
ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കേട്ടോ, ദേവദാസന്റെ ഭയം കേട്ടോ. ഉൽപ്പത്തിയിൽ ഹവ്വയെ ചതിച്ചു, സ്ത്രീയെ ചതിച്ചു. ആദത്തിന്റെ ഭാര്യയായ ഹവ്വയെ ചതിച്ചു. എന്നാൽ ഇപ്പോ അതേപോലെ തന്നെ സ്ത്രീയെ ചതിച്ചു. ക്രിസ്തുവിന്റെ കാന്തയായ സ്ത്രീയെ ചതിച്ചു. രണ്ടിടത്ത് സ്ത്രീയാ പ്രശ്നം. ഇപ്പോഴെല്ലായിടത്തും പറയുന്നു മൊത്തം ഇവര് പ്രശ്നമാണ്. സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ നിർമ്മല കന്യകയായ ഉത്തമയായ കാന്തയായ സഭയെയാണ് ക്രിസ്തുവിന് വേണ്ടത്. വ്യക്തതയോടെ നാം ഇന്ന് മനസ്സിലാക്കണം. മക്കളെ, ഇത് തമാശ കളിക്കാനുള്ളതല്ല, ഇത് മതം കളിക്കാനുള്ളതല്ല, ഇത് ക്രിസ്തു മതം കളിക്കാനുള്ള പരിപാടിയല്ല. ഇത് നമ്മളുടെ ജീവന്റെ മാർഗമാണ്. ദൈവത്തിനുണ്ടായ നഷ്ടം ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ തിരിച്ചെടുക്കുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ നല്ല കാന്തയായി മകനെ ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. പകരം ക്രിസ്തു എണ്ണയിൽ നിങ്ങളെ തുപ്പിയാൽ നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്ന തലത്തിലുള്ള ഒരു സഭ, ഒരു സ്ത്രീ ആണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ക്രിസ്തു തുപ്പിക്കളഞ്ഞാൽ നമ്മൾ നിത്യ നരകത്തിൽ കിടക്കേണ്ടി വരും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുമെന്നാ ക്രിസ്തു പറഞ്ഞു. ഇത് കളിതമാശയായിട്ട് എടുക്കരുത്. ഇത് മതം കളിക്കാനുള്ള പരിപാടിയല്ല, ഇത് ഡിനോമിനേഷൻ സംഘടന കളിക്കാനുള്ള പരിപാടിയല്ല, ഞാൻ നിങ്ങൾ ആള് കളിക്കാനുള്ള പരിപാടിയല്ല. പിശാചിന്റെ കീഴിൽ കിടക്കുന്ന നമ്മളെ തന്റെ പുത്രനെ നൽകി നമുക്ക് വരേണ്ട ശിക്ഷ പുത്രന് കൊടുത്തിട്ട് നമ്മളെ രക്ഷിച്ചെടുത്ത് ഇന്നും നമ്മൾ ആ ഏവനിലെ തട്ടിപ്പുകാരന്റെ അതേ പിടിയിൽ നാം വീണ്ടും കിടക്കുകയാണ് എങ്കിൽ, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, യൂദയുടെ ലേഖനം പറയുന്ന പോലെ രണ്ടുരു ചത്തതിന് തുല്യമല്ലേ? രണ്ടുരു, ഒന്ന് ഏവലും മരിച്ചു, വീണ്ടും ക്രിസ്തുവിലൂടെ ജീവൻ നൽകി, ഇതാ വീണ്ടും മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഈ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ദൈവം എങ്ങനെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. മോളെ, നിനക്കും എനിക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയമേ പറഞ്ഞിട്ടുള്ളൂ, വിവാഹമായിട്ടില്ല. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, സർപ്പ ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. ഏതെനിൽ വെച്ച് ഒരു വ്യാജ പ്രസംഗത്തിലൂടെയാണ് അവൻ ചതിച്ചത്. ഉപായത്തിൽ ചതിച്ചത് വ്യാജ പ്രസംഗം. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ ആ ചെയ്യാൻ തക്കവണ്ണം ഇടയാക്കി. അങ്ങനെയാണോ മക്കളെ? ഒരു വ്യാജ പ്രസംഗത്തിലൂടെ ദൈവം എന്ത് ചെയ്തെന്ന് പറഞ്ഞു അത് ചെയ്യുവാൻ ഇടയാക്കി. ഏതെനിൽ ദൈവം പറഞ്ഞ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്ന് പറഞ്ഞ് പിശാച് തന്റെ വ്യാജ പ്രസംഗത്തിലൂടെ, വ്യാജ സുവിശേഷത്തിലൂടെ ദൈവം എന്തു പറഞ്ഞോ അതിന് ഓപ്പോസിറ്റ് പ്രവർത്തിച്ചു. ദൈവത്തിന് ഭൂമിയുടെ മുകളിലുള്ള ഭരണം നഷ്ടമായി. അങ്ങനെ തന്നെയല്ലേ? ദൈവത്തിന് ഭൂമിയുടെ മേലുള്ള ഭരണം നഷ്ടമായി. ദൈവത്തിന്റെ നഷ്ടം തിരിച്ചറിയേ, അതോടുകൂടെ ദൈവത്തിന് നമ്മളെയും നഷ്ടമായി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ നഷ്ടം എന്നൊക്കെ പറയുമ്പോ അകത്ത് എന്തൊക്കെ തോന്നണില്ലേ? യേശുക്രിസ്തു വന്ന എന്തിനു വേണ്ടിയാ മക്കളെ?
നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനല്ലേ വന്നേ. അപ്പൊ ദൈവത്തിന് നഷ്ടം ഉണ്ടായോ? ഞാൻ നഷ്ടപ്പെട്ടതിനെ തെരഞ്ഞ എന്നെ അയച്ചേന്നാ പറഞ്ഞ്. ഞാൻ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനാ വന്നേന്നാ പറഞ്ഞ്. അപ്പൊ നഷ്ടപ്പെട്ടോ? ഇത് നഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞു ആദ്യം ഒരു മൂർച്ഛിച്ചു വന്നല്ലോ തലയില്. കാരണം മതം കളിക്കുന്നവന്റെ കൂടുതൽ മൂർച്ഛിച്ചു വരും. സ്വന്തം താല്പര്യങ്ങൾ അറിയിക്കുന്നവൻ അത് മൂർച്ഛിച്ചു വരും. ഞാൻ സ്വന്തം താല്പര്യം അറിയിക്കാനല്ല നിൽക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ ശരീരമായ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അവയവമാണ്. ദൈവത്തിന്റെ ചിന്ത പ്രകാശനമാണ് ഭൂമിയിൽ. ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു ക്രിസ്തുവെ പോലെ. അങ്ങനെയാ ക്രിസ്തുവിന്റെ അവയവങ്ങളിൽ സംഭവിക്കുന്നത്. അവർക്ക് ഒരു തലയേ ഉള്ളൂ. ക്രിസ്തുവിന്റെ തലയായ അത്യുന്നതനായ ദൈവം. ക്രിസ്തു ശരീരത്തിന്റെ ദൈവം തലയായ ക്രിസ്തു ശരീരത്തിന്റെ അവയവങ്ങളാണ് അവർ. അവരെ ഏക ശരീരമായി വിളിച്ചിരിക്കുന്നു. അവർ അവർക്കിഷ്ടമുള്ളത് സംസാരിക്കത്തില്ല. അവർ ഭൂമിയിലെ ദൈവത്തിന്റെ വായാണ്. അവർ ഭൂമിയിലെ ദൈവത്തിന്റെ എഴുത്തുപോലാണ്. അവർ ഭൂമിയിലെ ദൈവത്തിന്റെ പേനയാണ്. വ്യക്തതയോടെ മനസ്സിലാക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പറഞ്ഞു നന്മ തിരുമലക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് സ്ത്രീയോട് പറഞ്ഞു. എന്നാൽ ഇവിടെ സ്ത്രീയോട് പറഞ്ഞു നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞു. അവിടെയും പറഞ്ഞു മരിക്കുമെന്ന്. അവിടെയും പറഞ്ഞു സ്ത്രീയോട് നീ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ ശിക്ഷയില്ലാത്ത സഭയെ നീ മരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അതുപോലെ അറിയാതിരിക്കുകയാണ് പിശാചിന്റെ തട്ട്. ഇതാ പറയുന്നത്, സർപ്പ ഹവ്വയെ ഉപായത്തെ ചതിച്ചതുപോലെ സർപ്പ ഹവ്വ നിന്നെയും ചതിക്കാൻ ഇടവരരുത് സാർ. നിന്നെയും ചതിക്കാൻ ഇടവരരുത്. ചതിച്ചവരുടെ കൂട്ടമാണ്, ചതിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. മത്തായി 7:21-20 ദൈവം എന്ന് പറയുന്നവരും ദൈവദാസന്മാരും കൂട്ടത്തെ ഉലകത്തിലേക്ക്. ചതിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, ചതിക്കപ്പെട്ടവരുടെ കൂട്ടം. ഏദനിൽ ചതിച്ചു ഹവ്വയെ. എന്നാൽ ആ ഹവ്വ എന്ന സ്ത്രീയെ ഏദനിൽ ചതിച്ചെങ്കിൽ ഇവിടെ സ്തവ എന്ന സ്ത്രീയെ പുതിയ ഉടമ്പടിയിൽ ചതിക്കുന്നു. ദൈവദാസൻ ഭയപ്പെടുകയാ, ഞാൻ ഭയപ്പെടുക. സർപ്പ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കുന്നു ഞാൻ ഭയപ്പെടും. കൂട്ടത്തോടെ. ഇതാണ് മത്തായി 7:21-22-23 എപ്പോഴും പറയുന്നതാ. ആരാ? യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് യേശുക്രിസ്തു പ്രവചിക്കുകയാണ്. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചിലത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഞാനും നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. ആ ന്യായാസനത്തെ കുറിച്ച് യേശുക്രിസ്തു പ്രവചിച്ചു പറയുന്ന രംഗമാണ് ഈ കാണുന്നത്. അവിടെ പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ യേശു ഉയർത്തിയെന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നടന്നിട്ട് അവസാനം യേശു ക്രിസ്തു തള്ളിക്കളയണുണ്ടോ? കാരണം സർപ്പം ചലിച്ചതാ. സർപ്പം ചലിച്ചതാ. യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് കുഞ്ഞെ നീ കാണുന്ന ഭൂമിയിൽ കാണുന്ന പല പല പുണ്യാളന്മാരും പല ദൈവങ്ങളും ദേവന്മാരും ഇവരെ സ്തുതിച്ചു പോകുന്നത് പോലെ പോകാനല്ല യേശു നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മളിന്ന് ആ ഒരു പരിപാടിയാ. അവരൊക്കെ ജഡത്തെ ഫോക്കസ് ചെയ്ത പ്രവർത്തിക്കണേ. എന്നാൽ യേശു ക്രിസ്തു ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ആത്മാവാകുന്ന തന്റെ അപ്പനെയാണ്. ആ അപ്പന്റെ അടുക്കലേക്ക് നമ്മളെ എത്തിക്കാനാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ സ്വർഗത്തിൽ പാടുന്ന ഒരു പാട്ടെന്താ? ദൈവത്തിനായി യേശു ക്രിസ്തു നമ്മളെ ദൈവത്തിന്റെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. എന്നിട്ട് അവർ ഭൂമിയിൽ വാഴുന്നു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ പാട്ടായി പാടുകയാണ്. ഇത് നാം തിരിച്ചറിയണം. അന്നും ഒരു സ്ത്രീയെ ഇന്നും ഒരു സ്ത്രീയെ എന്ന സ്ത്രീയെ ഇന്ന് രണ്ട് പിശാചിന്റെ ഇര.
ഹല്ലേലൂയ. എങ്ങനെയാണ് ഹവ്വയെ ഇരയാക്കുന്നത്? ഹവ്വയെ ഇരയാക്കിയത് ഒരു തെറ്റിദ്ധരിച്ച വചനപ്രസംഗത്തിലൂടെയാണ്. സഭയെ എങ്ങനെയാണ് ഇരയാക്കുന്നത്? തെറ്റിദ്ധരിച്ച തെറ്റായ സുവിശേഷത്തിലൂടെയാണ്, തെറ്റായ ക്രിസ്തുവിലൂടെയാണ്, വ്യാജ ആത്മാവിലൂടെയാണ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഭയപ്പെടുന്നത്? അവിടെ താഴെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ? പ്രസംഗിക്കുന്നത് യേശുവിനെ തന്നെയാണ്, യേശുവിനെ തന്നെയാണ്. പക്ഷെ ലക്ഷ്യം മാറിപ്പോകും, ലക്ഷ്യം മാറിപ്പോകും. പ്രസംഗിക്കുന്ന യേശുവിനെ തന്നെയാണ്, ലക്ഷ്യം മാറിപ്പോകും. ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റായ ഒരു യേശു. ദൈവത്തിന്റെ വചനം പറയുന്നത്, വഴി എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിനെ കുറിച്ച് പറയാത്ത ഒരു യേശു, പിതാവിന്റെ അടുക്കൽ എത്തിക്കാത്ത ഒരു യേശു, പിതാവിന്റെ രാജ്യം വരുന്നു പറയാത്ത ഒരു യേശു, എന്നെ സ്തുതിച്ചാൽ മതി കാര്യങ്ങൾ നടത്തി കിട്ടും എന്ന് പറയുന്ന ഒരു യേശു. ഇവിടെ പറയാണ്, ഒരുത്തം പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത മറ്റൊരു സുവിശേഷം, വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോ എങ്ങനെയാ ചതിക്കുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, സുവിശേഷം കൊണ്ടാണ് ചതിക്കുന്നത്, യേശുവിനെ കൊണ്ടാണ് ചതിക്കുന്നത്, വ്യാജ ആത്മാവിനെ കൊണ്ടാണ് ചതിക്കുന്നത്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നിങ്ങൾ തിരിച്ചറിയണം. ഏദനിൽ ഹവ്വ എന്ന സ്ത്രീയെ ചതിച്ചെങ്കിൽ ഇപ്പോൾ സഭ എന്ന സ്ത്രീയെ ചതിക്കുന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലന്റെ ഭയം. ശ്രദ്ധിക്കുക, ഏദനിലും ഹവ്വ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും രണ്ട് സിമിലർ ആണ്. ഏദനിൽ പറഞ്ഞു നന്മ തിന്മയെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഫലം കഴിച്ചാൽ നിങ്ങൾ മരിക്കും. സഭയോട് പറഞ്ഞു ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും. രണ്ടും ഒന്ന് തന്നെ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, Oh Lord, I love you. Lord, I love you. അതിന് 16ഉം 17ഉം വായിച്ചോളൂ സിസ്റ്ററെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17. Thank you, we give you glory. Lord. വായിച്ചു. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒന്ന് പറഞ്ഞു നോക്കി എന്റെ മക്കളെ, തിന്നുന്ന നാളിൽ നീ മരിക്കും. അല്ലെ? പിശാച് എന്താ ചെയ്തേ? തന്ത്രത്തിലൂടെ ഈ വൃക്ഷഫലം തിന്നിപ്പിച്ചു, അല്ലേ? അതോടുകൂടെ ദൈവത്തിന് തന്റെ മക്കളെയും തന്റെ മക്കൾക്ക് കൊടുത്ത മക്കൾക്ക് കൊടുത്ത ഭൂമി മേലുള്ള ഭരണവും നഷ്ടം. കാരണം അതിനു മുമ്പാണ് ആദ്യത്തെ ഭൂമി ആദ്യത്തെ നീ വാങ്ങി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്വർഗം യഹോവയുടെ സ്വർഗം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. വായിച്ചാട്ടെ, ഉൽപ്പത്തി 1:28. ഉൽപ്പത്തി 1:20. വായിച്ചോ സിസ്റ്റർ? ഒന്ന് കേട്ടിട്ടുണ്ടോ?
ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഇനി ശ്രദ്ധിക്കുക, സങ്കീർത്തനം 115:15 കൂടി 15 കൂടി വായിക്കുന്നേ. ലൈവിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു. ഓക്കെ, ദൈവം കൽപ്പിക്കുകയാണ്, സർവഭൂമിയെ നീ വാഴുക, നീ വാഴുക. ദൈവം ഭൂമിയുടെ ഒരു പവർ പണി എന്ന നിലയിൽ ഇതാ മനുഷ്യന് വാഴാൻ വേണ്ടി പോകുന്നു. 16 ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഇതാ ദൈവത്തിന്റെ വചനം പറയാ, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നുള്ളൂ. സിസ്റ്റർ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കുന്നു. ഓ ശരി. എങ്കിലും മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ മുറിയാതെ ഏറ്റെടുക്കുക. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഏറ്റെടുക്കുക. 115 സങ്കീർത്തനം 16 അപ്പന്റെ ഒരു ലെറ്റർ. മനസ്സിലായോ? നമ്മൾ ഈ പറയത്തില്ലേ, വിൽപത്രമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ എഴുതി വെക്കത്തില്ലേ, നമ്മുടെ അപ്പൻ ഒരിക്കലും മരിക്കത്തൊന്നുമില്ല. ഇതാ നമുക്ക് തന്നിരിക്കുന്ന പത്രമാണ്, വായിച്ചോ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. എന്നെ കണ്ടു, എന്നെ നോക്കി, മനുഷ്യർക്ക് കൊടുത്തിരിക്കും, മനുഷ്യർക്ക് കൊടുത്തിരിക്കും. ഇതാണ് ആദത്തെ അനുഗ്രഹിച്ചത്. ആദത്തെ അനുഗ്രഹിച്ച് പറയുകയാണ്, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. നീ വാ, ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു, മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. എന്നാൽ വ്യാജ വചന പ്രസംഗത്തിലൂടെ ഹവ്വയെ സാത്താൻ ചതിച്ചു, സർപ്പൻ ചതിച്ചു. അങ്ങനെ ചതിച്ചപ്പോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പോയി. ദൈവത്തിന്റെ മക്കളായ നമ്മൾ ദൈവത്തിന് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പിന്നെ പിതാവ് വായിച്ച നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ 15 വെളിപ്പാട് പുസ്തകം 11-15 ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകം നമ്മളുടെ സ്വർഗസ്ഥ പിതാവിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അപ്പൊ ഇതാണ് എപ്പോഴും പറയാറ്, പ്യൂർലി സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. അതിനുശേഷമാണ് നമ്മളുടെ കയ്യിൽ വീണ്ടും ഭൂമി ഭരിക്കാൻ തരുന്നത്. ഇതുകൊണ്ടാണ് സ്വർഗത്തിൽ പാടുന്ന പാട്ടിൽ ആ മനുഷ്യർ ഭൂമിയെ വാഴുന്നു. യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയ മനുഷ്യർ ഭൂമിയെ വാഴുന്നു. എല്ലാ മനുഷ്യരും വാഴില്ല, ജയിച്ചാലേ വാഴൂ. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-21 കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിച്ചാൽ, ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളെയും ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. ജയിക്കണം. എഫേസസ് മണ്ഡലത്തിൽ മുതൽ ആ ഏഷ്യ മൈനറിലെ 7 ചർച്ചകളോടാണ് ഈ സംസാരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഇനി ഇത് ആദത്തോടാണ് പറഞ്ഞത്. ഈ ആദത്തോട് ഇത് പറഞ്ഞപ്പോ ആദത്തിന്റെ കയ്യിൽ ദൈവം തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. ആദത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെ ഏൽപ്പിക്കുക. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ദൈവത്തിന് ആദം നഷ്ടപ്പെട്ട ദൈവത്തിന് എന്ത് പോകും?
ഭൂമിയുടെ മുകളിലുള്ള ഭരണം പോകും. ആദം കൂടെ കണ്ടോ ദൈവത്തിന് ഭൂമിയുടെ മുകളിലുള്ള ഭരണം? ആദത്തെ എങ്ങനെ നഷ്ടപ്പെടുത്താം? ആദത്തെ പാപത്തിൽ പിടിക്കാൻ മതി. ആദത്തെ പാപത്തിൽ കൊടുക്കാൻ മതി. ആദത്തെ പാപത്തിൽ കൊടുക്കുവാൻ പിശാച് നേരിട്ട് വന്ന് നടക്കുവോ? നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും? വീടിന്റെ പിൻവാതിൽ വഴി കയറും. വീടിന്റെ മുൻവാതിലാണ് തല പുരുഷൻ, പിൻവാതിലാണ് ബോഡി സ്ത്രീ. കർത്താവായ യേശു പറയുന്നില്ലേ, ആടുകളുടെ തൊഴുത്തിൽ അതിന്റെ വാതിലിലൂടെ അല്ലാതെ പിൻപിലൂടെ കിടക്കുന്നവൻ കള്ളനാണ്. പിശാചിന്റെ മറ്റൊരു ഓമന പേരാണ് കള്ളൻ. ആദ്യ കുടുംബത്തിൽ അവൻ പിൻപിലൂടെ കയറി. അവൻ പിൻപിലൂടെ കയറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയോ, കള്ളത്തരകത്തുണ്ട്. വീടിനൊരു തല, ഒരു ഗൃഹനാഥനുള്ളപ്പോൾ ഗൃഹനാഥനിലൂടെ അല്ലാതെ പിൻവാതിലൂടെ കയറാൻ ശ്രമിക്കുന്നത് കള്ളത്തരകത്തുള്ളതുകൊണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിശാചിന്റെ മെത്തേഡല്ല. പിശാചിന്റെ മെത്തേഡ് പിൻവാതിലൂടെ കയറുകയാണ് എങ്കിൽ ദൈവത്തിന്റെ മെത്തേഡ് താങ്ക് യു. വീണ്ടും ഡിസ്കണക്ട് ആയി. എന്തോ വിഷയങ്ങൾ ലൈനിലുണ്ട്. വിഷയം വേറെ ഒന്നുമല്ല, പിശാചിന് തന്നെയാണ് വിഷയം. അല്ലേ? നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു ഭയമാണ്. ഈ അടുത്ത പല 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 പുരുഷന്മാരും പറയുന്ന മെയിൻ കംപ്ലൈന്റ്, എന്റെ ബ്രദറെ, എനിക്ക് എന്റെ പിള്ളേരെ നഷ്ടമായി. ഇത് എല്ലാ മാസവും ധ്യാനത്തിന് എനിക്ക് കേൾക്കാൻ പറ്റും. ആ ധ്യാനത്തിന് അവരെ മുമ്പിൽ സാക്ഷിയാകാൻ നിർത്തി എനിക്ക് പറയാൻ പറ്റും. എല്ലാ മാസവും. ചില മാസമൊക്കെ രണ്ടെണ്ണം നോക്കണ്ട ഇതേനത്തിൽ. അവരുടെ അവർ മെയിൻ ആയിട്ട് പറയുന്നത് ഇതാണ്, നല്ലൊരു പങ്കും ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ എവിടെ പോയി പണിയെടുത്ത് അവര് ഫണ്ട് അവരുടെയാണ്. ആ ഫണ്ട് അവരെ തന്റെ നാട്ടിലുള്ള ഭാര്യയ്ക്ക് അയച്ചു. എന്നിട്ട് നാട്ടിലെ എല്ലാ കാര്യവും ഒന്നുമില്ലായിരുന്നു, ഭാര്യയുടെ പേരിൽ മേടിക്കുന്നു. കാരണം ഭാര്യയുള്ള സ്നേഹം. സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ താൻ വീണ്ടും അധ്വാനിക്കുന്നു, 5, 10, 15 വർഷം അധ്വാനിക്കുന്നു, താൻ ഉണ്ടാക്കുന്ന പണം അയച്ചു കൊടുക്കുന്നു, അവൾ അതിൽ വീട് വെക്കുന്നു. പുരുഷൻ പറയുന്നു, ഇന്നതുപോലെയൊക്കെ ചെയ്യേ, ഇന്നതുപോലെ ചെയ്യ, അടുക്കള വാതിൽ ഇങ്ങനെ ഇരിക്കട്ടെ, അടുക്കളയുടെ ഷെൽഫുകളൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ, ഫ്രണ്ട് തന്നെ 2 കാറിടാനുള്ള എല്ലാം ഉണ്ടാക്കി. ആരുടെയാ പണം? ഭർത്താവിന്റെ. പക്ഷെ ആരുടെ പേരില സ്ഥലം മേടിച്ച്? ഭാര്യയുടെ പേരിൽ. അവിടെ വീട് വെച്ചാൽ അത് ആരുടെ പേരിലായിരിക്കും? ഭാര്യയുടെ പേരിൽ. ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോ സംഭവിച്ചത് പലതിലും പല ടൈപ്പാണ്. ഭാര്യയായ സ്ത്രീക്ക് വേറൊരുത്തനുമായി ഒരു കമ്പനി. അങ്ങനെ തിരിച്ചു വന്നപ്പോ ഈ സ്ത്രീക്ക് ഇയാളെ വേണ്ട, എനിക്ക് വേറൊരുത്തന് മതി, അവന് മതി. ഒരൊറ്റ മൈൻഡ് ചേഞ്ച് ഉണ്ടായി. ആ സ്ത്രീയുടെ മനസ്സൊന്നു മാറിയുള്ളൂ. ഈ പുരുഷൻ എന്നെ നഷ്ടപ്പെട്ടു, തന്റെ കുടുംബം നഷ്ടപ്പെട്ടു, തന്റെ ഭവനം നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഒരൊറ്റ മൈൻഡ് ചേഞ്ച്, ഒരൊറ്റ മൈൻഡ് ചേഞ്ച്, ഒരൊറ്റ മൈൻഡ് ചേഞ്ച്. ഇതാണ് പൗലോസ് അപ്പോസ്തലന്റെ ഭയം.
വ്യാജമായ സഹിച്ച് അവളുടെ മനസ്സങ്ങ് മാറ്റി. തൊട്ടു മുമ്പ് അവള് പറഞ്ഞത് തുടരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വ്യാജമായി ഓഫറും കൊടുത്തു. ദൈവം തെറ്റാണെന്ന് ഇവരുടെ ഉള്ളിൽ ഒരു ക്രിയ ചെയ്തു കൊടുത്തു. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല പിശാച്. ഇങ്ങനെ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവം അറിയുന്നു. ഇരിക്കട്ടെടാ, നിനക്കൊട്ട ഒരു കുത്ത്. എവിടെ? ഹവ്വയുടെ മനസ്സിന്റെ ഉള്ളിൽ. നീ ഞങ്ങൾക്ക് നന്മയല്ല ആഗ്രഹിക്കുന്നത്, തിന്മയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇവരുടെ മനസ്സിൽ നിറയട്ടെ. മനസ്സിലായോ? ഇത് മതി, ഇത് മതിയേ. ഒരു ട്വിസ്റ്റ് മനസ്സിൽ, ഒരു ചെറിയൊരു ട്വിസ്റ്റ്. ഉടനെ ഇതുവരെയുള്ള അവൾ കേട്ട തന്റെ ഭർത്താവിൽ നിന്നാണ് താൻ ഈ ദൈവത്തെ പറഞ്ഞത് കേട്ടത്, അതൊക്കെ മറന്നിട്ട്. പലരും എന്നോടൊന്ന് പറയാറുണ്ട്, എന്താ യോഹാസനെ ഇത്രയും നാള് ദൈവരാജ്യത്തിന്റെ മൊഴികളൊക്കെ കേട്ടിട്ട് പുറത്തുനിന്ന് ഒരു വീട് കേട്ടപ്പോ ഈ കേട്ടത് മുഴുവൻ ഇവര് മറന്നുപോയി. അതിന്റെ കൂടെ അങ്ങ് പോയി. അതിന്റെ കൂടെ എന്നോട് ചോദിക്കുന്നത്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വചനം വേറെ ഏതാ ഉള്ളത്? നീ ദൈവത്തിന്റെ മകനായ ഭൂമിയുടെ രാജാവായി തീരും, ഭരണം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നീ മരിക്കത്തില്ല, നിത്യം ജീവിക്കും ദൈവത്തോടുകൂടെ, ക്രിസ്തുവിന്റെ സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി, ദൈവത്തിന്റെ അവകാശിയായി. ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് എവിടെ നിന്നാ കേട്ടാ പോണെ? പക്ഷെ പെട്ടെന്ന് പോയി. വേറെ ഒന്നുമില്ലാത്ത മറുപടി പറയാൻ ഉത്തരം. ഹവ്വ എങ്ങനെ പോയി? ഏദൻ തോട്ടം മുഴുവൻ അവരുടെ, സർവ്വഭൂമിയും ഭരിക്കാൻ അവരുടെ. പക്ഷെ ഒരൊറ്റ പ്രസംഗം മതി, ഒരൊറ്റ പ്രസംഗം, പിശാചിന്റെ ഒരൊറ്റ പ്രസംഗം മതി. പിശാച് തെറ്റിച്ചു. ഹവ്വയുടെ മനസ്സും മാറി. നിങ്ങൾക്കറിയാമോ, പിശാചിന്റെ ശക്തിയായിരുന്നു അവൾ കടന്നു ചെല്ലുമ്പോ തന്റെ ഭർത്താവോട് സംസാരിക്കുന്നു. കാരണം ഇവള് കടന്നു ചെന്ന് ഭർത്താവിന്റെ അടുക്ക ചെല്ലുമ്പോ ആരുടെ വചനം കൊണ്ടായി പോണേ? പിശാചിന്റെ വചനം കൊണ്ടാ പോകുന്നേ. ആ വചനം റിലീസ് ചെയ്യുമ്പോ തന്നെ സാത്താനിക് പവർ റിലീസാവും. സാത്താനിക് പവർ റിലീസാവും. ആദം ദൈവം എന്ത് ചെയ്തെന്ന് പറഞ്ഞു, ആദം അത് ഏറ്റെടുത്തതോട് കൂടെ ദൈവത്തിന് താൻ ആദത്തിന് കൊടുത്ത ഭൂമിമേലുള്ള ഭരണം നഷ്ടമായി. ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന, കടിപ്രദേശത്തുണ്ടായിരുന്ന, ലോയിൻസിലുണ്ടായിരുന്ന നമ്മളെല്ലാം ദൈവത്തിന് നഷ്ടമായി. ദൈവത്തിന്റെ നഷ്ടം. ആ ഗൾഫ് രാജ്യത്ത് പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത്, ഭാര്യ അതുകൊണ്ട് സ്ഥലം വാങ്ങിച്ച്, ഇതാ താൻ അയച്ചു കൊടുത്ത പണം കൊണ്ട് അവിടെ വീട് പണിത്, താൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി, അതെല്ലാം പണിതു, അവളുടെ പേരിൽ അതെല്ലാം ചെയ്തു. പക്ഷെ അവളുടെ മനസ്സ് വേറൊരു പുരുഷൻ നേടിയപ്പോ ഭർത്താവിന് ഇതെല്ലാം നഷ്ടമായി. തന്റെ കുടുംബം നഷ്ടമായി, സ്ഥലം നഷ്ടമായി, വീട് നഷ്ടമായി, എല്ലാം നഷ്ടം. ഇനി എങ്ങനെ ഭർത്താവിനെ തിരിച്ചെടുക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു നോക്കി. ചിന്തിക്കടാ സഹോദരി, എന്റെ സഹോദര, ദേവദാസനെ, എല്ലാവരും ചിന്തിക്ക്. എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും? പിന്നെ എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? ഒറ്റ വഴിയുള്ളൂ. ഭാര്യയുടെ മനസ്സൊന്ന് മാറണം. അതിന്റെ പേരാണ് മാനസാന്തരം. അതിന്റെ പേരാണ് മാനസാന്തരം. അപ്പൊ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഭർത്താവിന്റെ പേര് ജോസഫ് എന്ന് കൂട്ടിക്കോ. ഭാര്യയോട് വന്നിട്ട് പറയാണ്, ജോസഫ് സമീപിച്ചിരിക്കുന്നു,
ഭാര്യയുടെ ഒരു മിനി ആണെങ്കിൽ, മിനി നീ മാനസാന്തരപ്പെടൂ. ജോസഫ് ദുബായിന്ന് കയറി ഇങ്ങനെ, ജോസഫ് സമീപിച്ചിരിക്കുന്നു, മിനി നീ മാനസാന്തരപ്പെടൂ. ഇനി മാനസാന്തരപ്പെട്ടാ മതി, ജോസഫിനൊക്കെ തിരിച്ചു കിട്ടും. സിമിലാരിറ്റി വല്ലതും തോന്നുന്നുണ്ടോ? സാദൃശ്യമായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇതല്ലേ യേശു എന്ന് പറഞ്ഞത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്ത്രീയെ, മനുഷ്യ, സഭയെന്ന സ്ത്രീയാട്ടോ, നീ മനുഷ്യ, നീ മാനസാന്തരപ്പെടൂ. നീ മനസ്സ് മാറ്റിയാൽ മതി, ദൈവത്തിന്റെ കാര്യങ്ങൾ തിരികെ കിട്ടും. ദൈവത്തിന്റെ കാര്യങ്ങൾ തിരികെ കിട്ടും. പക്ഷെ ഇന്ന് മാനസാന്തരം പ്രസംഗിക്കുന്നവരുണ്ടോ? പ്രസംഗിക്കുന്നൊക്കെ വിശ്വാസമല്ലേ? ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം മാറ്റിവെച്ചിട്ട് വിശ്വാസം, യേശുള്ള വിശ്വാസം പ്രസംഗിച്ചിരിക്കുന്നത്. മെയിൻ കണ്ടന്റ് മാറ്റി. ഇതാണ് അപ്പോസ്തലപ്രവൃത്തി 20:21 ദൈവത്തിന്റെ ദാസനായ വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശു ക്രിസ്തുവിന്റെ വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും അറിയിക്കുന്നു. രണ്ട് പാട്ടുണ്ട്. ഒന്ന്, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടണം. ഈ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ പ്രോപ്പർട്ടി ദൈവത്തിന്റെ കയ്യിലേക്ക് വീണ്ടും അധികാരം, ദൈവത്തിന്റെ അധികാരം ഉപയോഗിക്കാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 20:21 വായിച്ച സിസ്റ്റർ, 20:21. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. രണ്ട് പാർട്ട്. ഒന്ന്, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും. അപ്പൊ ഈ സംഭവം മിസ്സായി സുവിശേഷത്തിൽ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് മാനസാന്തരപ്പെടുന്നവരിന്ന് തിരികെ വരാൻ പറ്റും. മാനസാന്തരപ്പെടും, ദൈവത്തിങ്കിലേക്ക്, പിതാവിങ്കിലേക്ക് മാനസാന്തരം. ഇന്ന് പിതാവിനെ ഒഴിവാക്കി ക്രിസ്തുവിനെ വെച്ചിട്ട് കള്ള സുവിശേഷം, കള്ള സുവിശേഷം. പൗലോസ് പറഞ്ഞ പോലെ വ്യാജ സുവിശേഷം. ഈ വ്യാജ സുവിശേഷം കൊണ്ട് പിശാച് നിങ്ങളെ ചതിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് മത്തായി 21, 22, 23. അവിടെ യേശുവിനെ കർത്താവ് സ്വീകരിച്ചവരെയാണ് കർത്താവ് തള്ളുന്നത്. യേശുവിന് വേണ്ടി മൈക്കെടുത്തുകൊണ്ടുപോയി പ്രസംഗിക്കുന്നവരാണ് യേശു തള്ളുന്നത്. കൃപാവരെ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് യേശു തള്ളുന്നത്. അതിന്റെ കാരണം യേശു ക്രിസ്തു പറഞ്ഞ സന്ദേശം പറഞ്ഞില്ല. യേശു ക്രിസ്തു പറഞ്ഞ സന്ദേശം പറഞ്ഞില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. വീണ്ടും ജഡത്തെ അനുസരിച്ച് ജീവിതം തുടങ്ങി. വീണ്ടും ജഡത്തെ അനുസരിച്ച് ജീവിതം തുടങ്ങി. പഴയ ജീവിതത്തിൽ തന്നെ വീണ്ടും ജീവിക്കുകയാണ്. ഇന്ന് ക്രിസ്തീയ സഭകളെ നോക്കുന്നേ, അവർക്ക് അറിയത്തില്ലെന്നേ. അറ്റ്ലീസ്റ്റ് ഹൗവ ആദം പറഞ്ഞെങ്കിലും അറിഞ്ഞു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിഞ്ഞിട്ടതിന്റെ ഫലം തിന്നാൻ നീ മരിക്കുമെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കേട്ടോ, ഇതേപോലെ തന്നെ ഒരു വേട് സഭയോട് പറഞ്ഞിട്ടുണ്ട്, വീണ്ടെടുക്കപ്പെട്ട സഭയോട്. സഭയെ, നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും. കേട്ടിട്ടുണ്ടോ കുഞ്ഞെ? ജീവനുണ്ടായിരുന്ന ആദത്തോടും ആദത്തിലുള്ള സകലരോടും, ദൈവിക ജീവൻ ഉണ്ടായിരുന്നവരോടും പറഞ്ഞത്, നീ നന്മ തിന്മയെ കുറിച്ച് ഫലം കഴിച്ചാൽ മരിക്കുമെന്നായി. ഞാൻ പറയുന്നത് ശരിയോ അല്ലയോ? ഇനി നഷ്ടപ്പെട്ട ഈ ജീവൻ യേശുവിനോട് തിരിച്ചു കൊടുത്തിട്ട് ആ സ്ത്രീയായ സഭയോട് പറയുകയാണ്, നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും. നിശ്ചയം. കേട്ടിട്ടുണ്ടോ? ഏതിരി പറഞ്ഞ അതേ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എങ്കിൽ മോനെ നീയും ചതിക്കപ്പെട്ടോ, നീയും ചതിക്കപ്പെട്ടോ. വായിച്ചാട്ടെ. നഷ്ടപ്പെട്ട ഏതെങ്കിലും നഷ്ടപ്പെട്ട ജീവൻ ദൈവം ക്രിസ്തുവിലൂടെ തിരിച്ചു കൊടുത്ത് നമ്മളുടെ ശിക്ഷ മാറ്റി
നമ്മളുടെ ശിക്ഷാവിധി മാറ്റി ജീവൻ കൊടുത്തു. ഈ കൊടുത്തതോട് പറയുന്ന രംഗമാണ് റോമ 8:13 പറയുകയാണ്. ഉൽപ്പത്തി 2:17 പറയുന്നത് പോലെ തന്നെ 8:13 പറയുകയാണ്, നിങ്ങൾ ജഡത്തിൽ ജീവിച്ചാൽ. 8:13 നിങ്ങൾ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. കേട്ടോ ആ ഉൽപ്പത്തിയിൽ പറഞ്ഞ എന്താ? ഉൽപ്പത്തി 2:17 പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള അറിവിനെ കഴിച്ചാൽ ഇവിടെ ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി 2:17 വായിച്ച സിസ്റ്ററെ, ഉൽപ്പത്തി 2:17 വായിച്ച് ജനം ഒന്ന് കേൾക്കട്ടെ. വിശ്വസിനെ ചതിക്കപ്പെട്ട് കിടക്കുന്നത് ചിലരെങ്കിലും ഒന്ന് തിരിച്ചറിയട്ടെ. എന്നാൽ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മനസ്സിലായോ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന ആളിൽ നീ മരിക്കും. സിമിലർലി ഇത് മരിച്ചു, ജീവൻ പോയി അല്ലെ? ജീവൻ തിരിച്ചു കിട്ടിയ സഭയോട് പറയുകയാണ്, ശ്രദ്ധിക്കുക, ജീവൻ തിരിച്ചു കിട്ടിയ സഭയോട് പറയാണ്, നിങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. കേട്ടിട്ടുണ്ടോ ഇത്? കേട്ടിട്ടില്ല എങ്കിൽ ബൈബിളിൽ പറയാത്തതുകൊണ്ടല്ല, ബൈബിൾ റെക്കോർഡ് പ്രസംഗിക്കാത്തത് കൊണ്ടല്ല, സാത്താൻ കീഴടക്കിയത് കൊണ്ടാണ്, നമ്മളെ കുരുടാക്കിയത് കൊണ്ടാണ് കേൾക്കാതെ. നമ്മുടെ ജീവിത രീതി മാറി. നീ ജഡത്തിലല്ല, ജഡത്താലല്ല ജീവിക്കാൻ. നീ ജീവിക്കുന്നത് ആത്മാവിലാണ്. ആര്? യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ. അപ്പൊ നിങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നവരെ മരിക്കും എന്ന് പറഞ്ഞാൽ ആരായി നിങ്ങൾ അറിയോ? 8:1 എഴുതിയിട്ടുണ്ട്, ക്രിസ്തേശുവിലുള്ളവരാ. ക്രിസ്തേശുള്ളവരാ. ഒരു ശിക്ഷാവിധിയും ഇല്ലാതെ ജീവൻ കൊടുത്ത് പഴയ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാ. ഇനി അവർക്ക് ശിക്ഷാവിധി ഒന്നുമില്ല. ആർക്കുണ്ടായിരുന്ന ശിക്ഷാവിധി യേശു ക്രിസ്തു ഏറ്റെടുത്തൊക്കെ മാറ്റി. ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തവരെ അവരെ അവരോടാണ് പറയുന്നത്, നിങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. അല്ല, അതിന് 8:1 വായിച്ച ആരാ നിങ്ങളെന്നറിയാമോ? നിങ്ങൾ ജഡത്തിൽ മരിക്കും നിശ്ചയം. 8:1 വായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആരാ നിങ്ങൾ? ക്രിസ്തുയേശുവിലുള്ളവർ. ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തവർ. ക്രിസ്തുയേശുവിലുള്ളവർ. ഉണ്ടായിരുന്ന ശിക്ഷാവിധി യേശു അനുഭവിച്ചു, ക്യാൻസൽ ചെയ്തു. അവർക്കിനി ശിക്ഷാവിധി ഇല്ല. അപ്പൊ നിങ്ങൾ ആണെന്ന് മനസ്സിലായോ? അങ്ങനെ ക്രിസ്തുയേശുവിലുള്ള ഒരു ശിക്ഷാവിധിയും ഇല്ലാത്ത നിങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. വേറെ രീതിയിൽ പറഞ്ഞാൽ, ക്രിസ്തുവിലൂടെ ജീവൻ പ്രദാനം ചെയ്ത നിങ്ങൾ ജഡത്തിൽ ജീവിച്ചാൽ മരിക്കും നിശ്ചയം. മനസ്സിലായോ? ഉൽപ്പത്തിയിൽ ദൈവം ജീവൻ കൊടുത്തല്ല, ജലത്തെ പൊടി കൊണ്ട്, ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യരെ ഉണ്ടാക്കി ദൈവം ജീവൻ കൊടുത്തു ഇല്ലേ? ജീവൻ കൊടുത്തു അല്ലേ? ആ ജീവൻ പോയില്ലേ? നന്മതിന്മകളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ കാലം കഴിച്ചപ്പോ പോയില്ലേ? ഇല്ലേ? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരെ അടുക്കൽ നൽകിയിട്ട് വന്നിട്ട് ഈ ജീവനില്ലാത്ത മനുഷ്യരുടെ മേൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനം പറയാം, ശിഷ്യന്മാരുടെ മേൽ ഉൽപ്പത്തിയിൽ എന്താണോ പിതാവ് ചെയ്തത് അത് തന്നെ ശിഷ്യന്മാരുടെ മേൽ ഊതി. എന്നിട്ട് പറഞ്ഞു, ജീവൻ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മാവിലൂടെയാണ് ജീവൻ തരുന്നത്. ജീവൻ പ്രാപിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ജീവൻ ഉണ്ടായ, ഏതെങ്കിലും ജീവൻ ഉണ്ടായിരുന്നു അത് ഹവ്വ ദമ്പതികൾക്ക്, ഇവിടെയും ജീവനുണ്ട് നമുക്ക്. ആ ജീവനുള്ളവരാണ് പറയുന്നത്, ഈ ജഡത്തിൽ ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ഹവയോട് പറഞ്ഞു, അത് ഹവ്വ ദമ്പതികളോട് പറഞ്ഞത്, നന്മ തിന്മകളെ കുറിച്ച് അന്വേഷണത്തിന്റെ ഫലം തിന്നാൽ മരിക്കും. ഇവിടെ പറയുന്നു, യേശു ക്രിസ്തുവിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയ നമ്മൾ ജഡത്തിൽ ജീവിച്ചാൽ മരിക്കും നിശ്ചയം. കേട്ടോ? പക്ഷെ ഇത് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ എന്റെ മക്കളെ, നിങ്ങൾ ചതിയില്ല. കാരണം ഇന്നും ജനം ജഡത്തെ അനുസരിച്ച് ജീവിക്കണം. ജനം ജഡത്തെ അനുസരിച്ച് ജീവിക്കണം. നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയണം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആരാണ് ദൈവത്തിന്റെ മക്കൾ? അവിടെ താഴെ എഴുതിയിരിക്കുക, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം.
എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയണം. ഇവിടെ നാം ഉറങ്ങരുത്. ഇവിടെ നാം മനസ്സിലാക്കണം, ഞാൻ ചതിക്കപ്പെട്ടോ. എന്റെ ഒരു മനസ്സിനൊരു മാനസാന്തരം ഉണ്ടായാൽ മതി. ഞാൻ ദൈവത്തിൻ്റെതായി തീരുന്നു, ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടുന്നു. അങ്ങനെ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടുന്നതിന്റെ തെളിവാണ് ആത്മാവിനനുസരിച്ച് ജീവിക്കുക. അതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. എന്റെ മക്കളെ, നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടണം. പിശാച് അടച്ചു കളഞ്ഞിരിക്കുക. ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സ്വർഗത്തിൽ പാടുന്ന ഈ പാട്ട് ഭൂമിയിൽ പാടാത്തതിന്റെ കാരണം ഇന്ന് സർവ്വലോകവും വാഴുന്ന പിശാചാണ്. പിശാച് നമ്മുടെ മനസ്സുകളെ കുരുടാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുമ്പോൾ പലർക്ക് കേൾക്കാൻ പറ്റാത്തത്. അവര് ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, എന്നാൽ ഹൃദയം കൊണ്ട് അവർക്ക് തിരിയുന്നില്ല. പലരുടെയും മനസ്സ് സാത്താൻ കുരുടാക്കിയിട്ടിരിക്കുന്നു. പലർക്കും ഇത് കേൾക്കാൻ കഴിയത്തില്ല. അതിന്റെ കാരണം വേറെയാണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. പിശാച് നിങ്ങളെ തോൽപ്പിക്കരുത്. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ പിശാചിനെ തോൽപ്പിക്കണം, ജഡത്തിന്റെ പ്രവൃത്തികളെ തോൽപ്പിക്കണം. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത്? ഹല്ലേലൂയ. ഹൃദയം പൊട്ടി പറയുന്നതിന്റെ ഉദ്ദേശം ആരും നശിച്ചു പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഈ ലോക ജീവിതം നമുക്ക് നിൽക്കുകയില്ല എന്റെ പൊന്നുമക്കളെ. ഈ ലോക ജീവിതം നിൽക്കത്തില്ല. ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയുക. ഈ ജഡത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നതല്ല സ്പിരിച്വാലിറ്റി. ഇത് ജഡത്തിന് വേണ്ടതൊക്കെ നമ്മുടെ പുറകെ വരുന്നതാണ്. എത്ര പുറകെ വന്നാലും ഞാനും നിങ്ങളിവിടെ നിൽക്കത്തില്ല. നമ്മളുടെ പ്രയത്നത്തിന്റെ ഇടയിൽ നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടും. നമ്മുടെ പ്രയത്നത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കത്തില്ല. ഇവിടെ എന്തൊക്കെ ഉണ്ടായാലും 10 കാറ്, 25 വീട്, അനേക ബിസിനസ്സുകളും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്ര കൊട്ടാരുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രയത്നത്തിന്റെ ഇടയിൽ നമ്മൾ മാറ്റപ്പെടും. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. നമ്മുടെ പ്രയത്നങ്ങളുടെ ഇടയിൽ നമ്മൾ മാറ്റപ്പെടും. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് കടന്നു പോകുന്നതാണ്. യാക്കോബ്, ജെയിംസ് ചാപ്റ്റർ 1. ഹല്ലേലൂയ. അതിന്റെ 10-11 വായിച്ചാട്ടെ. ഇതിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അത് ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. മനസ്സിലാക്കുക. വായിച്ചാട്ടെ. യാക്കോബ് 1:10-11. ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. യാക്കോബ് 1:10 അല്ലേ? സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ വിതിർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. മനസ്സിലായോ? ധനമല്ല, ധനത്തിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. എത്ര ധനം ഉണ്ടായാലും അതിലേക്ക് നമ്മുടെ മനസ്സ് പോകരുത്. കാരണം ധനം, ഈ ഭൂമിയിൽ ധനം ഉള്ളതൊക്കെ ഈ ശരീരത്തിന്റെ രജിസ്ട്രേഷനില്ല. ശരീരം പോകുന്നതോടുകൂടെ ഇതെല്ലാം പോകും. ധനവാൻ തന്റെ പ്രയത്നത്തിന്റെ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് സ്പിരിച്വൽ വേലയാണെങ്കിലും അല്ല എങ്കിലും ഇവിടെ വെച്ച് പ്രയത്നത്തിന്റെ ഇടയിൽ നമ്മൾ കുറ്റപ്പെടും. ഏത് സമയവും പറയാൻ പറ്റില്ല. ഏത് സമയം പ്രയത്നത്തിന്റെ ഇടയിൽ മാറ്റപ്പെടും. അപ്പോൾ ഈ പ്രയത്നം ചെയ്യുന്നതൊക്കെ ഒറ്റപൂജ്യമായി തീരും. ഇത് വ്യക്തത തിരിച്ചറിയുക. ഒരു ബിൻ മജീദ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് അന്ന് പെട്ടെന്നൊരു കാര്യം കേട്ടു. ആ ഹോട്ടലിന്റെ ഉടമ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇടയ്ക്ക് അദ്ദേഹം തന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വണ്ടി ആക്സിഡന്റ് ആയിരുന്നു. വലിയ ധനവാനാണ്. തന്റെ പ്രയത്നത്തിന്റെ ഇടയിൽ ആള് പെട്ടെന്ന് കാലിയാണ്.
ഇത് ജലമണ്ഡലമായിട്ടുള്ള ഇവിടെ ജീവനില്ല. ഇവിടത്തെ കാറ്റ് അവിടെ എഴുതിയിരിക്കുകയാണ്. കാറ്റടിച്ചപ്പോ പോയിരുന്നു. കാറ്റടിച്ചപ്പോ എന്ത് കാറ്റടിച്ചത്? സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ ഉതിർന്ന് അതിന്റെ രൂപം കെട്ടുപോകുന്നു അല്ലേ? നിങ്ങൾക്കറിയാമോ? ഇതാ ഈ ഉഷ്ണക്കാറ്റടിച്ചപ്പോ പുല്ലുണങ്ങി. ഈ ഭൂമിയിൽ ഒരു കാറ്റടിക്കുന്നുണ്ട്. ആ കാറ്റിന്റെ പേര് ഉഷ്ണക്കാറ്റെന്നല്ല, മരണക്കാറ്റെന്ന. മരണക്കാറ്റ്. ഓരോ നിമിഷവും മരണത്തിന്റെ കാറ്റ് നമ്മുടെ മേലെ അടിച്ചുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് നമ്മുടെ രൂപം വാടി വാടിപ്പോകുന്നത്. ചെറുപ്പത്തിൽ ഇങ്ങനെയാണ് ഇരുന്നത് അല്ല. പുല്ലുണങ്ങി പോകുന്നത് പോലെ, പുല്ല് വാടിപ്പോകുന്നത് പോലെ നമ്മുടെ രൂപം വാടിപ്പോകുകയാണ്. മരണക്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. കാരണം സർവ്വഭൂമിയും ഇതാ ലോകത്തിന്റെ കീഴിലാണ്. ലോകം വാഴുന്നത് മരണത്തിന്റെ അധികാരിയായ പിശാച്. കാരണം ആരാ? മനുഷ്യനാണ് അതിന്റെ കാരണം. ആദമാണ് അതിന്റെ കാരണം. കാരണം ആദത്തിന്റെ മനസ്സ് മാറിയതോടുകൂടെ ദൈവം ആദത്തിന് കൊടുത്തതെല്ലാം പിശാചിന്റെ കയ്യിലേക്ക് പോയി. ഇതുകൊണ്ടാണ് മിനിസ്ട്രിയിലുള്ളവരോടും മറ്റുള്ളവരോടും വീട്ടുകാരോടും ഒക്കെ ബുദ്ധിപൂർവ്വം ദൈവത്തിൽ ആശ്രയിച്ചും ആഗ്രഹിച്ചും വേണം, വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യേശു കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞത്, മനുഷ്യനെ സൂക്ഷിച്ചു കൊള്ളുക. അവന്റെ മനസ്സ് മാറിയാൽ നീ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചതൊക്കെ പോകും. ഏത് സമയം വേണമെങ്കിലും അവന്റെ മനസ്സ് മാറും. ഹല്ലേലൂയ. ഏത് സമയം വേണമെങ്കിൽ. അതൊരു വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കും. ഇതുകൊണ്ട് യേശു കർത്താവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, മനുഷ്യൻ ഉള്ളത് എന്തെന്ന് സ്വതവേ യേശുവിനെ അറിയാവുന്നത് കൊണ്ട് യേശു തന്നെത്താൻ വിശ്വസിച്ച് ഒരുത്തന്റെ കയ്യിലും തന്നെ ഏൽപ്പിച്ചില്ല. കാരണം എപ്പോ വേണമെങ്കിലും ഇവൻ മനസ്സ് മാറും. ഇവന്റെ ഉള്ളിലുള്ളത് അറിയാം. ചിലരെ കാരണില്ലേ, എവിടെ 10 ചക്രം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ടേക്ക് മാറും. ചിലരെ പറഞ്ഞ കേട്ടിട്ടുണ്ട്, പറയാൻ പറ്റാത്തതാണെങ്കിലും ഇതാ ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരെയും കുറിച്ച്. അയാളെ വിശ്വസിക്കരുത് കേട്ടോ. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കണവനാണ്. മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. യേശു വ്യക്തതയോടെ പറഞ്ഞു, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ ആ ഇനത്തില. ഞാൻ എന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ. എന്റെ മനസ്സ് മാറരുത്. ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ അത് ഞാൻ പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കരുത്. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു, അതേപോലെ എന്നെ ചതിക്കാൻ ഞാൻ അനുവദിക്കരുത്. സഭകളെ മൊത്തം ചതിച്ചിരിക്കുകയാ, വളരെ കുറച്ചു പേര്. അതുകൊണ്ടാ അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, വിളിക്കപ്പെട്ട അനേകരാണ്, അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ കുറച്ചേ ഉള്ളൂ. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വേണം നമ്മൾ. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ ഉടനെ അവിടെ ചെന്നിട്ട്, എന്റെ കൂടെയുള്ള വ്യക്തികൾക്കറിയാം, ആദ്യത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നാണെന്നറിയാമോ? അപ്പൊ ഒരു കഷ്ണം ഭൂമിയും കൂടി കിട്ടിയിട്ടുണ്ട്, അങ്ങയുടെ കയ്യിലേക്ക് എത്തിക്കും. ഹല്ലേലൂയ. കാരണം ഷാജിക്ക് കിട്ടിയാലോ ദൈവത്തിന് കിട്ടി. മനസ്സിലായോ? എന്ന് ഈ ദൈവം തന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടോ, ഈ ആരോഗ്യമുണ്ടോ, ഈ ജ്ഞാനമുണ്ടോ, ശരീരത്തിന് മൂവ്മെന്റ് ഉണ്ടോ, അന്ന് വരെ ഇത് അപ്പൻ ഉപയോഗിക്കാം. അതുവരെ അപ്പന്റെ. പക്ഷെ മനുഷ്യരെ സൂക്ഷിക്കണം. അവിടെ പരസ്യം ചെയ്ത് ബോർഡ് വെക്കരുത്. കാരണം മനുഷ്യരെ സൂക്ഷിക്കണം. ആത്മമണ്ഡലത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ്. മനുഷ്യനോട് അവനോട് പറയേണ്ടതേ പറയാൻ പാടും. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ ഡിക്ലെയർ ചെയ്യണം കാര്യം എന്താണ്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, വ്യക്തമായി നമ്മൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയക്കണം. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാണ്. പാമ്പ് എങ്ങനെയാ തോട്ടത്തിൽ കടന്നേ? ഇത് എങ്ങനെയാ കടന്നേ? പിശാച് എങ്ങനെയാ തോട്ടത്തിൽ കടന്നേ? പാമ്പിന്റെ രൂപത്തിൽ. താൻ പിശാച് എന്ന് അറിയിച്ചോ? പരസ്യം ചെയ്തോ? താൻ പിശാചാണെന്ന് പരസ്യം ചെയ്തെങ്കിൽ ഹവയെ പറ്റിക്കാൻ പറ്റുമല്ലോ. ഹവയെ ഉപായത്തിലാ പറ്റിച്ചേ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു എന്താ ഉപമകളായിട്ട് പറയുന്നത്? നേരിട്ടൊക്കെ പറഞ്ഞുകൂടെ? ശിഷ്യന്മാര് ചോദിച്ചു, നിനക്ക് മര്യാദക്ക് നേരിട്ട് പറഞ്ഞുകൂടെ? എല്ലാം ഉപമകളായിട്ട് പറയുന്നത്. കർത്താവ് പറഞ്ഞ ചില കൂട്ടരുത് അറിയരുത്. ചില കൂട്ടരുത് അറിയരുത്.
നീ കണ്ണുകൊണ്ട് കണ്ടിട്ടും അവർ കണ്ണുകൊണ്ട് കണ്ടിട്ട് ചെവി കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് തിരിയാതിരിക്കാൻ വേണ്ടിയാണ് ഉപമകളായിട്ട് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കോ ഇതിനുള്ള വരം കിട്ടിയിരിക്കുന്നത്, അവർക്കോ കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയ മക്കളെ, വളരെ ശ്രദ്ധയോടുകൂടെ ഈ തിന്മ നിറഞ്ഞ ലോകത്ത് ജീവിക്കണം. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കുമ്പോ പപ്പയോട് പറയും, അപ്പൊ ഒരു കഷ്ണം വീട് കെട്ടിയിട്ടുണ്ട്, ഇതാ കിങ്ഡം പ്രോപ്പർട്ടിയെ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും. കിങ്ഡം പ്രോപ്പർട്ടിയെ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും. ഹല്ലേലൂയ. എന്റെ കൂടെ വന്നിട്ടുള്ളത് ഇതാ ദൈവമക്കൾക്ക് അറിയാം, ആദ്യത്തെ പ്രാർത്ഥനയില്ലാതെ ഏൽപ്പിക്കും. ഹല്ലേലൂയ. പക്ഷെ മനുഷ്യരാരും ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ ആളുകൾ ചോദിച്ചു കഴിയുമ്പോ ആരുടെയാ, അതെന്റെ. പക്ഷെ ആത്മലോകത്ത് ആരും ചോദിച്ചു കഴിയുമ്പോ ദൈവം ഏൽപ്പിച്ചേക്കണം. കാരണം ബോധപൂർവം പറയാം. ഗവൺമെന്റിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിയുമ്പോ ദൈവം എന്നെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരൊന്നും കൂടി ചോദിക്കും, എന്ത് അങ്ങനെ, അതൊക്കെ അറിയുന്നില്ല. കാരണം അവർക്കത് അറിയത്തില്ല. അപ്പോ ഒരു 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 ആത്മീയത സകലത്തെയും വിവേചിക്കുന്നു. ആരോടാണ്? ആത്മാവിലുള്ളത്, ജഡത്തിലുള്ളത്, ശരീരത്തിലുള്ളത്, ദേഹിയിലുള്ളത്, വിവേചിച്ച് സംസാരിക്കും. അപ്പോ ഇവിടെയൊക്കെ ആത്മാവ് നയിക്കപ്പെടുന്നവരായി നാം തീരണം. ആത്മാവ് നയിക്കപ്പെടുന്നവരല്ല എങ്കിൽ നാം മരിക്കും. അതായത് നമ്മുടെ ജീവിത രീതി മാറണമെന്ന്. ജീവിത രീതി മാറണം. ഞാൻ പറയുന്നല്ല, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നല്ലൊരു കളിതമാശയാണ് അല്ലെ? രക്ഷിക്കപ്പെട്ട് ജീവൻ കിട്ടിയ യേശുക്രിസ്തുവിനുള്ള ശിക്ഷാവിധി ഒഴിവാക്കപ്പെട്ട വ്യക്തികളോടാണ് പറയുന്നത്, നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും. സംശയമല്ല, നിശ്ചയം. നിങ്ങൾക്കറിയാമോ, ഏദനിൽ ദൈവം നിശ്ചയം പറഞ്ഞില്ല. നന്മ തിന്മകളെ കുറിച്ച് അറിയുടെ ഇഷ്ടത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ സഭയോട് പറഞ്ഞപ്പോ ഒരു നിശ്ചയം കൂട്ടിച്ചേർത്തു. നിശ്ചയം. എന്നിട്ട് ഇത് നാം കേൾക്കാതിരിക്കുകയാണ്, നാം ഇത് അറിയാതിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി വായിക്കാം. ഓ ഫാദർ, വി താങ്ക് യു. ഇതാ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഇപ്പോ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷ പോയി. ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തു. എന്നിട്ട് പറയാണ്, അവിടെ എഴുതിയിരിക്കുകയാണ്, KJV അതിന് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഹു വാക്ക് നോട്ട് ആഫ്റ്റർ ദ ഫ്ലഷ് ബട്ട് ആഫ്റ്റർ ദ സ്പിരിറ്റ്. മലയാളത്തിൽ അത് കട്ടായി പോയത് ശ്രദ്ധിച്ചേ. There is therefore now no condemnation to them which are in Christ Jesus. ക്രിസ്തുയേശുള്ളവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല. കാരണം ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തു. എന്നിട്ട് പറയാണ്, അത് നിങ്ങൾക്ക് തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. എങ്ങനെ? Who walk not after the flesh. ഇനി ജഡത്തെ ജീവിക്കരുത്, ബട്ട് ആഫ്റ്റർ ദ സ്പിരിറ്റ്. വ്യക്തതയോടെ പറയുന്നു. മലയാളത്തിൽ അതില്ല കേട്ടോ, അത് മനസ്സിലാണ്. KJV ഞാനിപ്പോ വായിച്ചത്. ഇനി മലയാളത്തിൽ അവിടെ അതില്ലേലും അതിന്റെ 13-ാം തീയതി ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. ഹല്ലേലൂയ. സഹോദരൻ ഒന്ന് പറഞ്ഞേ, നിശ്ചയം. അപ്പോ സഭയിൽ ജീവൻ കിട്ടിയവർ ജഡത്തിൽ ജീവിച്ചാൽ എന്തുകൊണ്ട് മരിക്കും? നിശ്ചയം. ആത്മാവിനെ അനുസരിച്ചാൽ ജീവിക്കും. ഇനി പരിശോധിക്കുക അവനവനെ തന്നെ. ഞാൻ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്, ആത്മാവനുസരിച്ച് ജീവിക്കുന്നത്? പരിശോധിക്കും. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നിന്നോട് എന്നാ പറഞ്ഞേ? നീ അമ്മ അനുസരിച്ചാണ് ജീവിക്കണേ, അതോ നിന്റെ സ്വന്തഷ്ടപ്രകാരം പോവാണെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ പരിശോധിക്കും? ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ അമ്മ എന്നാ നിന്നോട് പറഞ്ഞ? ഉച്ചയ്ക്ക് എന്നാ പറഞ്ഞ? വൈകുന്നേരം എന്നാ പറഞ്ഞ? ഒന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അമ്മ നിന്നോട് സംസാരിക്കാതെ ഈ അങ്ങനെ അമ്മയാണ് നയിക്കപ്പെടുന്നത്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നിന്നോട് സംസാരിക്കാതെ എങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നയിക്കപ്പെടുന്നത്? ഇപ്പൊ ഞാൻ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്തെ പ്രകാശിപ്പിക്കുന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞിരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നയിക്കപ്പെടുക. ഇവിടെ പറയാണ് നിശ്ചയം. നീ ജഡത്തനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കുന്ന നിശ്ചയം. ദൈവത്തിന്റെ അനുസരിക്കാതെ ജീവിക്കുന്നവരൊക്കെ ജഡത്തനുസരിച്ച് ജീവിക്കുന്നതാണ്. 2 ജീവിതശൈലിയേ ഉള്ളൂ. ഒന്ന് ജഡത്തനുസരിച്ച് ജീവിതശൈലി, മറ്റത് ദൈവത്തിന്റെ ആത്മാവാലുള്ള ജീവിതശൈലി. ആത്മാവാലല്ലയോ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുക. ഇത് ശ്രദ്ധിക്കുക.
ഉൽപ്പത്തി പുസ്തകം 2:17 നിശ്ചയം പറഞ്ഞില്ല. അവിടെ നിശ്ചയം പറഞ്ഞ ദൈവമല്ല, സാത്താനാ. പുതിയ കുടുംബത്തിൽ നിശ്ചയം പറഞ്ഞ ദൈവം. ശ്രദ്ധിക്കുക, ഉൽപ്പത്തി 2:17 എന്നാൽ നന്മ തിന്മയെ കുറിച്ച് അറിഞ്ഞിട്ടതിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നീ മരിക്കുമെന്ന് ദൈവം പറഞ്ഞോളൂ, അല്ലേ? എന്നിട്ട് അവർ മരിച്ചില്ലേ? പക്ഷെ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിനോദനം പറയാം, നീ മരിക്കും നിശ്ചയം. ആര്? യേശു ക്രിസ്തുവിനാൽ ഒരു ശിക്ഷാവിധിയും ഇല്ലാത്ത വ്യക്തികൾ, യേശു ക്രിസ്തുവിനാൽ ജീവൻ കൊടുത്ത വ്യക്തികൾ ഇനിയും ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നെങ്കിൽ നീ മരിക്കും നിശ്ചയം. മരിക്കും നിശ്ചയം. എന്റെ മക്കളെ, നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹവയുടെ മുമ്പിൽ, ആദത്തിന്റെ മുമ്പിലുള്ള അതേ ടെസ്റ്റ് കുറച്ചുകൂടി കാഠിന്യമായി നമ്മുടെ മുമ്പിൽ വരിക. ആദം ദമ്പതികൾ ആ വൃക്ഷഫലം കഴിച്ച് തിന്നതോടെ മരിച്ചു, അല്ലേ? എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഒരു പാപം ചെയ്താൽ നമ്മൾ മരിക്കത്തില്ല. നമ്മുടെ ജീവിത ശൈലി നമ്മൾ ജഡത്തെ ജീവിക്കുന്നതിൽ നിന്ന് ആത്മാവിനെ ജീവിക്കുന്നതിലേക്ക് മാറ്റണം. അതൊരു ശൈലിയാണ്. ഒരു നിമിഷം കൊണ്ടല്ല മരണം നടക്കുന്നത്, ഒരു ശൈലിയാണ്. നമ്മുടെ ജീവിത ശൈലി മാറ്റണം. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ വചനം പറയാണ്, ഈ രക്ഷിക്കപ്പെട്ടെങ്കിലും ഈ രക്ഷ വെളിപ്പെടുന്ന എപ്പോഴാണെന്നറിയാം? നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നല്ലോ, സത്യമാണ്. പക്ഷെ രക്ഷ വെളിപ്പെടുന്ന എപ്പോഴാണെന്ന് അറിയാമോ? അതായത് അതിന് നമ്മൾ നിലനിൽക്കോ ഇല്ലേന്ന്. നിലനിൽക്കോ ഇല്ലേന്ന് അറിയുന്നേ. Lord, I love you. അന്ത്യകാലത്താണ് അവസാനം വെളിപ്പെടുള്ളത് അവർ രക്ഷിക്കപ്പെട്ടോ ഇല്ല. കാരണം അതുവരെയുള്ള ജീവിത ശൈലിയാണ് പരിശോധിക്കുന്നത്. ഒരു പാപം ചെയ്യാതല്ല, ജീവിത ശൈലി. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ജീവിത ശൈലിയാണെങ്കിൽ നീ മരിക്കും നിശ്ചയം. ഹവ്വ ആദം ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ മരിച്ചു. ഇവിടെ പറയാണ് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നത് ഒരു ശൈലിയാണ്. ആ ശൈലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മരിക്കും. പക്ഷെ ആത്മാവിനാൽ ജഡത്തിനെ മരിപ്പിക്കുന്ന അതാണ് ശൈലി. എങ്ങനെ നീ ജീവിക്കും? ഇതുകൊണ്ടാണ് 1 പത്രോസ് 1 അധ്യായം അതിന് 3 വാക്യം ഞാൻ വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി, ശ്രദ്ധിച്ചുകൊള്ളണം, ജീവനുള്ള പ്രത്യാശയാണ് വരാൻ പോകുന്നത്. അത് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ പ്രത്യാശയുണ്ട്, കിട്ടാൻ പോകുന്നതിന്റെ പ്രത്യാശ. അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് എപ്പോഴാ വെളിപ്പെടുക? രക്ഷ എപ്പോഴാ വെളിപ്പെടുക? അന്ത്യകാലത്ത്. എന്റെ പൊന്നുമോനെ മോളെ, ഈ തിരിച്ചറിയൽ, രക്ഷിക്കപ്പെട്ട നീ ഞാനും നമ്മുടെ ജീവിതശൈലി മാറ്റണം. ഇത് പുതിയ ജീവിതശൈലിയാണ്, ജഡജീവിതശൈലിയല്ല. ജഡജീവിതശൈലി ഭൂമിയിൽ. എന്നാൽ ഇന്ന് നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. ഇനി സ്വർഗത്തിന്റെ ജീവിതശൈലി എന്ന് പറയുന്നത് ആത്മാവ് നയിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. അത് നമ്മൾ തിരിച്ചറിയണം. അത് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മുടെ കാരണവന്മാർ ത്രിയേക ദൈവത്തെ ഉണ്ടാക്കി വെച്ചത്. ബൈബിളിൽ എങ്ങും ത്രിയേക ദൈവമൊന്നുമില്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സത്യമായിട്ടുള്ള കാര്യം. അത് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ, ലോ ഓഫ് ദ സ്പിരിറ്റ്. അത് ജഡത്തെ ജീവിക്കാൻ വെച്ചാൽ മനുഷ്യൻ സ്വന്തം ശക്തിയാൽ ജീവിക്കുന്നു. എന്നാൽ ആത്മാവിനാൽ ജീവിക്കാൻ വെച്ചാൽ ദൈവം അവനിലൂടെ ജീവിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇതാണ് എസെക്കിയേൽ 36:25 ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെ ഒരു ജീവിതശൈലിയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരും. ഇനി നീ നടക്കുകയല്ല, നീ ഇന്നെ ഞാൻ എന്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും. എങ്ങനെ? എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കി നിന്നെ ഞാൻ എന്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും. അതാണ് ആത്മാവിന്റെ നിയമം. ദൈവം തന്റെ ആത്മാവിലൂടെ ദൈവപുത്രന്മാരെ പ്രവർത്തിക്കുന്നു. ത്രിയേക പ്രവർത്തനം. ബൈബിൾ അതിന് പേരിട്ടിരിക്കുകയാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. ഇത് ദൈവപുത്രനായ ക്രിസ്തുവിലുണ്ട്. ക്രിസ്തുവെ പോലെ ആകാൻ വിളിച്ച നമ്മളിലുണ്ടാകും. ഡീറ്റെയില് അടുത്ത സന്ദേശം നമുക്ക് മനസ്സിലാക്കാം. അതിനൊരു വചനം മാത്രം വായിച്ച്, അതൊരു പ്രവചനമാണ്. ഇതാണ് ആത്മാവിന്റെ നിയമം. ഇത് നമ്മൾ തിരിച്ചറിയണം. അതിലേക്ക് നമ്മളുടെ ജീവിതശൈലി മാറണം. ഇനി നമ്മൾ ജഡത്തിലങ്ങ് പ്രവർത്തിക്കുകയല്ല. ഹല്ലേലൂയ. നമ്മൾ ജഡത്തിൽ പ്രവർത്തിക്കുകയല്ല. എസെക്കിയേൽ 36:27 സിസ്റ്റർ ഒന്ന് വായിച്ച്. ഇതൊരു വാഗ്ദത്ത നിവൃത്തിയാണ് പുതിയ ഉടമ്പടിയിൽ നടക്കേണ്ടത്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. ഇവിടെയാണ് ദൈവപുത്രനായ ക്രിസ്തു നടക്കുന്ന ത്രിയേക പ്രവർത്തനം. ദൈവപുത്രന്മാരിലെല്ലാം ഉണ്ട്, നമ്മളിലും അതുണ്ടാകണം. കാരണം നമ്മളെ വിളിച്ചത് യേശു ക്രിസ്തുവിനെ പോലെ ആയി തീരാനാണ്. വായിക്കേ 36:27.
ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. മനസ്സിലായോ? ഇത് നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ ഞാൻ നടക്കുമാറാക്കും. ഇതാണ് ത്രിയേക പ്രവർത്തനം. ക്രിസ്തുവിനുണ്ടായിരുന്നു. ദൈവപുത്രനായ ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവ് തന്റെ ആത്മാവിനെ ആക്കി. ഇതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, സുവിശേഷം അറിയിപ്പാൻ പിതാവിനെ ദൈവനെ അഭിഷേകം ചെയ്തിരിക്കുക, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അല്ലെങ്കിൽ സ്വർഗസ്ഥ പിതാവ് തന്റെ ആത്മാവിനെ തന്റെ പുത്രനിൽ പ്രവർത്തിക്കുന്നു. പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിനെ പ്രവർത്തിക്കുന്നു. പിതാവ് പരിശുദ്ധാത്മാവിന്റെ ഏക പ്രവർത്തനം ക്രിസ്തുവിൽ. ഹല്ലേലൂയ. അടുത്ത സന്ദേശം നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കാം. ഈ ക്രിസ്തുവിനെ പോലെയാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്. റോമ 8:29 എന്റെ പുത്രനായ ക്രിസ്തു അല്ലെങ്കിൽ സഹോദരന്മാർ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തിൽ അനുഭവം നമ്മൾ നിയമിച്ചു. അങ്ങനെ നമ്മളിൽ ഈ പ്രവർത്തനം വരണ്ട. ത്രിയേക പ്രവർത്തനം, ഇതുകൊണ്ടാണ് ഗോഡ് ഹെഡ് ഓപ്പറേഷൻ. അല്ലെ ത്രിയേകതയോട് ബൈബിൾ എന്ന് നിങ്ങൾ കാണില്ല. ഉണ്ടെങ്കിൽ എനിക്ക് കൂടി ഒഴിക്കുന്ന മെസ്സേജ്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, സാത്താൻ നമ്മളെ തെറ്റിക്കൊണ്ടുപോയി, ഡയറക്റ്റ് മാറ്റിക്കൊണ്ടുപോയി. ഇന്ന് എന്തിനു വേണ്ടി തല്ലുപിടിക്കണ? ത്രിയേകം ഉണ്ട്, ത്രിയേക ദൈവമാണ് എന്ന് പറയാൻ വേണ്ടി ഇന്നത്തെ സ്ഥാപിക്കാൻ സ്വർഗരാജ്യം കിട്ടും ബൈബിൾ എവിടെയെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ സ്ഥാപിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കിട്ടുന്നുണ്ടോ? എന്റെ പൊന്നു മക്കളെ, ദേവദാസന്മാർ, ഇതിന്റെ ഇത് പുറകെ പോകല്ലേ. നിങ്ങൾ തിരിച്ചറിയ, സ്വർഗത്തിൽ പാടുന്ന പാട്ട് ഭൂമിയിൽ പാടും. ഇതാണ് നമ്മുടെ ഭാവി. യേശു ക്രിസ്തു എന്ത് പ്രസംഗിച്ചു അത് പ്രസംഗിക്കാൻ, അല്ലാണ്ട് സ്നാനത്തെ കുറിച്ചുള്ള തർക്കം വിശുദ്ധമായ നാമത്തിൽ വേണോ, ഇതാ യേശു ക്രിസ്തു നാമത്തിൽ വേണം, ഇതൊന്നും അല്ല നമ്മുടെ പ്രധാന വിഷയം. ഇതൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച പൂർണ്ണ മാനസാന്തരത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ പ്രധാന വിഷയം. നമ്മളിതെല്ലാം അറിയുന്നില്ല, നമ്മളിന്ന് അല്പമായിട്ട് അറിയുന്നു. എന്നാൽ അതൊക്കെ അല്പമായിട്ട് ഇരിക്കുമ്പോൾ തന്നെയും എന്റെ പ്രിയ സഹോദരൻ, നമ്മൾ വ്യക്തമായി ചെയ്യേണ്ടത് ദൈവം ഇഷ്ടമാണ്. ഇല്ല, യേശു പറഞ്ഞു എന്നെ കർത്താവ് എന്ന് പറയുന്നവരല്ല, എന്ന് പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗ്ഗരാജ്യത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ട് എല്ലാ തർക്കിക്കുന്ന ദേവദാസന്മാർ സ്വർഗ്ഗങ്ങളൊക്കെ തീർച്ചയായും അവിടെ നിൽക്കട്ടെ. ദൈവത്തെ കുറിച്ച് പ്രശ്നിക്കേ. എന്നെ കർത്താവ് എന്ന് പറയുന്നതല്ല, ഈ കർത്താവ് എന്ന് പറയുന്നതല്ലാതെ വേറെ എന്തുകൊണ്ട് കഴിയില്ല. ദൈവം ഇഷ്ടം ചെയ്തിട്ടുണ്ടോ? നമ്മളെ ഏൽപ്പിച്ച ദൈവമക്കളെന്ന് പറയുന്നുണ്ടോ? അവരത് ചെയ്യുന്നുണ്ടോ? നമ്മളത് ചെയ്യുന്നുണ്ടോ? അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടി ഒരു പ്രസംഗം വെക്കേ, അത് ആ ടൈപ്പിൽ വെച്ച് ഒരു ഡിബേറ്റ് വെക്കേ, എന്നിട്ട് എന്നെയും വിളിക്കേ. എന്റെ പ്രിയ സഹോദരങ്ങളെ, പറയുന്നത് ഒപ്പിക്കപ്പെട്ടവരായി എന്തിനാണ് ജീവിക്കുന്നത്? സാത്താൻ നിങ്ങളെ തോൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. ഇന്ന് ഭൂമിയുടെ അധികാരം അപ്പന്റെ കയ്യിൽ നിന്ന് പോയി, ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് പോയി. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുക. ബൈബിൾ പറയാം, 7-ാമത് കാരണമാകുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരം നമ്മളുടെ അപ്പന്റെ പിതാവിന്റെ കയ്യിൽ, സ്വർഗ്ഗസ്ഥ പിതാവിന്റെ ഭരണാധികാരിയാ പുത്രനായ ക്രിസ്തുവിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഭൂമിയിൽ പ്രസംഗിക്കാതെ? ദൈവത്തിന്റെ ഈ നഷ്ടം എന്തുകൊണ്ടാണ് പ്രസംഗിക്കാതെ? കാരണം പിശാച് എല്ലാവരെയും തോൽപ്പിച്ചു. സാത്താൻ സകലരെയും തോൽപ്പിച്ചു. ഇതോടെ പ്രസംഗിക്കാതെ? യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന എന്തുകൊണ്ട് സഭകൾ പ്രാർത്ഥിക്കുന്നു? ഞാൻ നിന്നോട് തന്നെ ചോദിച്ചത്, ദേവദാസൻ അങ്ങോട്ട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുക? ഇപ്പൊ തിരിച്ചൊന്ന് പറയാമോ? ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പറയാമോ? എങ്കിൽ അങ്ങയെക്കുറിച്ച് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലയോ എന്നാ പറയുന്നത്? കുഞ്ഞെ നിന്നെ പിശാച് തോൽപ്പിച്ചു. അയ്യോ, അങ്ങയുടെ ഭരണം ഭൂമി വരണമെന്നുള്ള പ്രാർത്ഥന ചെയ്യുന്നു. നഷ്ടപ്പെട്ട ഭൂമി അങ്ങക്ക് തിരിച്ചു കിട്ടണമെന്നുള്ള എന്തോ നീ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കാത്തതിന്റെ കാരണം പിശാചിന്റെ തന്ത്രത്തിൽ വീണു, പിശാചിനെ തോറ്റു. ദൈവത്തിന് ഭയം നമ്മുടെ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങൾ അറിയാൻ പറഞ്ഞു. ഏതിന് ഹവയെ തോൽപ്പിച്ചെങ്കിൽ ഇവിടെ മറ്റൊരു സ്ത്രീയായ സഭയെ തോൽപ്പിച്ചു. സഭയെ തോൽപ്പിക്കരുത്. സഭ പിശാചിനെ തോൽപ്പിക്കണം ദൈവത്തിന്റെ സഹായത്തോടുകൂടെ. ലോ ഓഫ് ദ സ്പിരിറ്റിൽ നിൽക്ക്, ഗോഡ് ഹാൻഡഡ് ഓപ്പറേഷൻ നിൽക്ക്, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ദൈവത്തിന് ഭയം പറയുന്നത് ദൈവം ജനിക്കുന്നതൊക്കെ ലോകത്തെ ചെയ്യും. അതുകൊണ്ട് അല്ലാതെ കുറെ സുവിശേഷം ചെയ്തു, ഞാൻ യേശുവിനെ ഉയർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വത്വത്തിന്റെ പടി കാണത്തില്ല. അതാണ് മത്തായി 7:23 അവിടെ പറയുന്നത്, ഞങ്ങൾ ആകെ കർത്താവെ സൂചിച്ചു. യേശു പറയുന്നത് എന്നെ കർത്താവിനെ നോക്കാന്ന് പറയുന്നത് തൊഴിലാധികാരത്തില്ല, പിതാവിന് ഇഷ്ടം ചെയ്തു. അപ്പൊ നമ്മൾ എന്തിനാ പുറത്തില്ല? പിതാവിന് ഇഷ്ടം ചെയ്തു. ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗിയുടെ സ്ഥലത്തേക്ക് പൂർണ്ണപ്പെട്ട പ്രവഹിച്ചു, അനേക സുവിശേഷം ചെയ്തു, നല്ല കാര്യം. പക്ഷെ തൊഴിലാളികൾ കർത്താവ് പുറത്ത്. കാരണം അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ ഒരു നാട്ടിലെ അറിഞ്ഞിട്ടില്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ടില്ല. ഇത് തിരിച്ചറിഞ്ഞിട്ട് വരാനായിട്ട് എന്റെ ദൈവമേ, എന്റെ സഹോദരങ്ങൾ എന്നെ സഹായിക്കട്ടെ. അവരുടെ പിശാചുകൾ കുരുടാക്കപ്പെട്ട ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണം.
മുമ്പിൽ നിൽക്കുന്ന ആ മഹാ അഗ്നിയിൽ രക്ഷപ്പെടുവാൻ കർത്താവെ മക്കളെ സഹായിക്കണേ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയ മക്കളെ, ശ്രദ്ധയോടെ ആയിരിക്കെ ദൈവത്തിന്റെ നഷ്ടം തിരിച്ചറിയുക. നഷ്ടപ്പെട്ടതിന് അന്വേഷിച്ച തന്റെ പുത്രനെ കൊണ്ട് വിട്ടത്, നഷ്ടപ്പെട്ട ഭൂമിയെ തിരിച്ചെടുത്ത് അതിന്റെ ഭരണം പിതാവിന്റെയും പുത്രന്റെയും കയ്യിലേക്ക് ഏക്കണം. എന്നിട്ട് വേണം നമുക്ക് തരാൻ. ചെറിയ ആട്ടുകൂട്ടത്തെ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമുക്ക് തന്നത് ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതല്ലേ ആധാരം. എന്തിനാ അതുകൊണ്ട് പിശാചിനോട് കൊടുക്കുന്നത്? ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും തിരിച്ചു വിളിച്ച അപ്പനോട് കൊടുത്തു, ഈ നാളിൽ അപ്പം വാഴട്ടെ, അപ്പം ഭരിക്കട്ടെ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അപ്പൻ്റെതെല്ലാം സ്വന്തമാക്കാനിരിക്കുകയല്ല, പിശാചിന്റെ കയ്യിൽ തിരിച്ചു വിളിച്ച അപ്പന് കൊടുക്കുന്ന മക്കളാണ് ചെയ്യുന്നത്. എന്ത് കിട്ടിയാലും എന്റെ അപ്പാക്കി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ച് എന്നാ ബൈബിൾ പറയണേ? നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് സ്വന്തം പിടിക്കുന്നതാണ്. എന്താ സ്രോതി പാടുന്ന പാട്ട്? നമ്മളെ വിലയ്ക്ക് വാങ്ങി അപ്പാൻ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അതേ യേശുവിന്റെ മനോഭാവമല്ലേ നമുക്ക് വേണ്ടേ? അതോ യേശുവിന്റെ പേരും പറഞ്ഞ് ഈ ഭൂമിയിലുള്ളതൊക്കെ പിടിച്ചെടുക്കാൻ നോക്കുക? ആരാ നമ്മൾ? യേശുവിന്റെ പേരും പറഞ്ഞ് പിടിച്ചെടുത്ത് നോക്കണോ, അതോ പിശാചി പിടിച്ച് തിരിച്ചു പിടിച്ചാൽ അപ്പനോട് കൊടുക്കുകയാണോ? യേശുവിനെ പോലെ. നമ്മൾ യേശുവിനെ പോലെയാണ് മക്കളെ. ദേവാസന്മാരെ ഇത്തിരി തീക്ഷ്ണതയൊക്കെ ഉണ്ട്. കാരണം പിശാച് ഇത്രത്തോളം കീഴടക്കിയിട്ടിരിക്കുമ്പോ അതിൽ നിന്ന് വിധിക്കാൻ നോക്കുമ്പോ പിശാച് ഈ സന്ദേശ സഭയിലേക്ക് എത്താത്ത രീതിയിൽ മക്കളുടെ ഹൃദയങ്ങളെ കുരുടാക്കി ഇതാ സഭയ്ക്കകത്ത് അവന്റെ ദാസന്മാരെ കൊണ്ട് നിറച്ചു. അവന്റെ ദാസന്മാരെ. ഇതുകൊണ്ടാണ് ആ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അവന്റെ പിശാചിന്റെ ദാസന്മാരെ കൊണ്ട് സഭ നിറച്ചിരിക്കുകയാണ്. ഇതൊക്കെയോടെ തിരിച്ചറിയണം. ഇതാ 2 പത്രോസ് 1 വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. 2 പത്രോസ് 2:1 വായിച്ചു. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഹല്ലേലൂയ. കേട്ടോ. എന്നാൽ കള്ളപ്രവാചകരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ഇനി അവർ എന്ത് ചെയ്യും? നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ്, അതായത് യേശുവിന്റെ പേരിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശു പറഞ്ഞ സന്ദേശം പറയത്തില്ല, തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തടിയോ. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. ഇനി സത്യമാർഗ സഭയിലേക്ക് വരുമ്പോ പറഞ്ഞ അവരെല്ലാവർക്കും പറഞ്ഞത് ഗുരുപദേശ. ഒരു വാർദ്ധക്യത്തിലുള്ള ദിവസം വിളിക്കാനിടയായി. ബ്രദറെ, ഞാൻ ഈ സന്ദേശം പലയിടത്തും പോസ്റ്റ് ചെയ്തു, പലരോടും പറഞ്ഞു. അവർ പറഞ്ഞു ദുരുപദേശമാ. ഉടനെ ഞാൻ അവരോട് ചോദിച്ചു, ആ പറഞ്ഞ വചനത്തിൽ തിരുവചന പ്രകാരം എവിടെയാണ് തെറ്റ് ബ്രദറെ എന്ന് ചോദിച്ചാൽ അവർക്ക് മിണ്ടാനില്ല. അല്ലെങ്കിൽ അവർക്ക് മിണ്ടാനില്ല. സത്യമാർഗം ദൂഷിക്കപ്പെടുകയായിരുന്നു. ഇവർ ഈ സന്ദേശം ധൈര്യമുണ്ട് ഒരാൾക്കും തിരുവചനം ബൈബിൾ വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യം ബൈബിൾ പ്രകാരം തെറ്റാണെന്ന് പറയാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നശിച്ചു പോകരുത്. കാത്തിരിക്കുന്നൊരപ്പൻ യേശുക്രിസ്തുവാ പറഞ്ഞേ, കാത്തിരിക്കുന്നൊരപ്പൻ, നിങ്ങൾക്ക് കിങ്ഡം തരുവാൻ കാത്തിരിക്കുന്നൊരപ്പൻ, ജീവനെ തരാൻ എന്നെ വിട്ടാപ്പൻ. ഹല്ലേലൂയ. തന്റെ പുത്രനോട് ചേർന്ന് സകലം നിങ്ങൾക്ക് തുറന്നിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഒരു മാനസാന്തരം. നമ്മൾ ഒരു മാനസാന്തരം മതി. നമ്മൾ ഏതെല്ലാം ദൈവത്തിന് അപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ടവർ കേട്ട് തിരിച്ചു പോയ ഹൗവയ്ക്ക് പറ്റിയതുപോലെ ദൈവം ആദത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മുഴുവൻ ദൈവത്തിന് നഷ്ടപ്പെടുന്നതിന് അന്വേഷിച്ചാണ് പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മുടെ ഡ്യൂട്ടിയെ മനസ്സിലാക്കി. എന്നെ പിതാവ് വഹിച്ചു. മക്കളെ, കേട്ട വചനത്തിന്റെ ഉപഭാഗം നമ്മളെ സമർപ്പിക്കും. ഞാൻ ആരാണ്? ക്രിസ്തുവെ പോലെ പിശാചിനുള്ള തിരിച്ചു പിടിച്ച് അപ്പന് കൊടുക്കുന്ന ആളാണോ? അതോ
ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ എല്ലാം എനിക്ക് സ്വന്തമായി അടിച്ചു മാറ്റുന്ന ആളാണ്. ഞാൻ ആരാണ്? നമ്മളെ തന്നെ പരിശോധിക്കുക. ദൈവത്തിന്റെ നഷ്ടം നികത്തുന്നവനാണോ? ദൈവത്തിന് കൂടുതൽ കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നവനാണോ? നഷ്ടപ്പെട്ട നമ്മളെ തിരിച്ചെടുക്കുവാൻ സ്വർഗീയ പിതാവ് തന്റെ ഏകജാതനായ പുത്രനിലൂടെ ചെയ്ത പദ്ധതിയിൽ നാം എൻറോൾ ചെയ്യുന്നുണ്ടോ? അതോ അത് നമുക്ക് സ്വന്തം ഇഷ്ടങ്ങളെ നിവർത്തിച്ചെടുക്കുവാൻ, നമ്മുടേതായ താല്പര്യങ്ങളെ നിവർത്തിച്ചെടുക്കുവാൻ, ധനം സ്വന്തമാക്കുവാനുള്ള ഒരു മാർഗം മാത്രമാണ്? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. മക്കളെ, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് ഈ മാനസാന്തരപ്പെട്ട ദൈവത്തിന് നഷ്ടമായത് നിന്നിലൂടെ തിരികെ കിട്ടും. നീയും ദൈവത്തിന് തിരികെ കിട്ടും. നീയും ദൈവത്തിൻ്റെതായി തീരും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ബ്രോഡ്കാസ്റ്റിലെ വിഷയങ്ങളുടെ മേലും അങ്ങ് പരിഹാരം ചെയ്തതിനായി സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഈ സന്ദേശം അങ്ങയുടെ ജനഹൃദയങ്ങളിൽ, അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളിൽ എത്തി അവർ അങ്ങിലേക്ക് തിരിയുവാൻ, അങ്ങിൽ എത്തിച്ചേരുവാൻ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആ രീതി വിട്ട് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുകയും ആ ഗോഡ് ഹെഡ് ഓപ്പറേഷൻ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ ആ ത്രിയേക പ്രവർത്തനം, ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ ബൈബിൾ വിശേഷിപ്പിക്കുന്ന ആ പ്രവർത്തനം, ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ ഞങ്ങളിൽ ഉണ്ടാകുവാൻ അങ്ങ് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതിന് മേലെല്ലാം അങ്ങ് മഞ്ഞും മഴയും അയക്കണമെന്നപ്പ. അങ്ങേ തിരിച്ചറിയാതെ, അങ്ങേ കാണിച്ചു കൊടുക്കുവാൻ അറിവില്ലാതെ കരയുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നു. യേശുവിനെ പോലെ യേശുവിനെയും യേശുവിലൂടെ അങ്ങയെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ ഏവരും ഞങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചു അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്നവർ ഇപ്പോ രോഗങ്ങളും ഭാഗങ്ങളെ കരങ്ങളെ വെച്ചാണ്. പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസഭയിൽ മാനസാന്തരപ്പെട്ടാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്രിസ്തയേശുവിലൂടെ ക്രിസ്തയേശുവിന്റെ അടിപ്പണരാൻ ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഈ ജനത്തിന് മേൽ കൽപ്പിക്കുകയാണ്. മാറ് പിശാചേ, നിന്റെ കരങ്ങൾ അവരുടെ ജീവിതത്തിൽ എടുക്കുക. ആ വേദനകൾ യേശുനാഥിൽ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, അവരുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ, ഫാമിലികൾ ഒന്നാകട്ടെ, ദൈവത്താ ഇവർ ഏകീകരിക്കപ്പെടട്ടെ, ക്രിസ്തുവിൽ ഒരു ശരീരമായി മാറട്ടെ. ഈ ചേർത്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങൾ നിത്യൊരു അനുഗ്രഹമാകട്ടെ. യെസ്, ഐ റിലീസ് the potential of God, the name of Jesus. ദൈവജനത്തിൽ സമൃദ്ധമായത് വ്യാപരിക്കട്ടെ. സ്വർഗീയ പിതാവിന്റെ കരം ഇപ്പോൾ മാത്രമല്ല, ഈ സന്ദേശം ആവർത്തിച്ച് ആരെല്ലാം കേൾക്കുന്നു, ഇതേ ദൈവിക ശക്തി അവരിലും വ്യാപരിക്കട്ടെ. നിങ്ങൾ നിത്യമായ അനുഗ്രഹമായി ഈ സന്ദേശം നിങ്ങളുടെ എത്തിപ്പാൻ സ്വർഗത്തിലെ ഉപയോഗിച്ച് ചാനലായ സ്തോത്രം, സജീവനായ സ്തോത്രം, തുഷാരശിഷ്ടനായ സ്തോത്രം, കുടുംബത്തിനായ സ്തോത്രം അനുഗ്രഹിക്കുന്നു. ഇവിടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിൽ പ്രസംഗിക്കുന്ന എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസംഗിക്കുന്നവരായി ദൈവജനത്തെ ദൈവത്തിലെത്തിക്കുന്നവരായി അനുഗ്രഹിക്കുന്നു. സർവ്വമഹത്വം പിതാവേ അങ്ങേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമക്കളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് നമുക്ക്. യേശു കർത്താവിന്റെ സന്ദേശം മുഴുവൻ അതായിരുന്നു. ആ അപ്പനെ വിഷമിപ്പിക്കരുത്. നമുക്ക് ക്രിസ്തു അനുഗമിച്ച് ആ അപ്പന്റെ അടുക്കിലേക്ക് യാത്രയാകാം. എല്ലാവരും ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കൂടുതൽ സന്ദേശം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, www.kingdommessages.com. അത് നിങ്ങൾക്ക് കയറാം. മാത്രം അതിൽ നിങ്ങൾക്ക് സന്ദേശങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ഡെയിലി ബ്രെഡ് ഉണ്ട്, പാട്ടുകളുണ്ട്. അതൊരു കലവറ തന്നെയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. SVJ മെസ്സേജസ്, ഷാജി വെമ്പനാട് ജോസഫിന്റെ SVJ ഷോർട്ട് മെസ്സേജസ് എന്ന് യൂട്യൂബിൽ SVJ ചെറിയ സ്പേസ് ഇട്ടിട്ട് മെസ്സേജസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറുകണക്കിന് 1000, 2000 അതിലധികം മെസ്സേജുകൾ അതിലുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴുള്ളത് നിങ്ങൾക്ക് അതിൽ ലഭ്യമാകുവാനായിട്ട് ഇടയാകും. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഷാജി ജോസഫ് ഫേസ്ബുക്ക് ഉണ്ട്. ഷാജി ജോസഫ് എന്ന് ടൈപ്പ് ചെയ്ത് കിട്ടും. പലപ്പോഴും ധാരാളം ഷാജി ജോസഫ് ഉള്ളത് കൊണ്ട് എന്റെ ഫോട്ടോ കാണും. അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണ്ട, ഫോളോ ചെയ്യുക. അങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റിന് ക്ലിക്ക് ചെയ്യാനായിട്ട് അധികം നമ്പറുകളില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് ഫോളോ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഈ സന്ദേശം കിട്ടാനിടയാകും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബൈബിൾ സ്കൂളുണ്ട്, ബൈബിൾ കോളേജ് ഉണ്ട്. അത് ടെലിഗ്രാമിലാണ്. അതിലും SBJ KG ആൻഡ് NC ബൈബിൾ സ്കൂളിൽ നിന്ന് SBJ KG എന്ന് വെച്ചാൽ കിങ്ഡം ഓഫ് ഗാഡ്, ആൻഡ് NC എന്ന് വെച്ചാൽ ന്യൂ ക്രിയേഷൻ.
ബൈബിൾ KCIT ബൈബിൾ സ്കൂൾ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിൽ ഏകദേശം 407 ക്ലാസ്സുകൾ ഓൾറെഡി 406 റിലീസായിട്ട് 408 ക്ലാസ്സുകൾ ഓൾറെഡി റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് പഴയത് മുതൽ കേട്ടുവരാം. ദൈവരാജ്യത്തെ കുറിച്ച് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നില്ല, ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടിയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, ലോകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഇത് മാത്രം നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിലൂടെ പഠിക്കാം. നിങ്ങൾക്ക് എന്റെ അടുക്കൽ എന്റെ പേരും പറയാതെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. അങ്ങനെ എന്റെ പേര് പറഞ്ഞാൽ ഉടനെ കലി തുള്ളും ആളുകൾ. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പറയണ്ട. പകരം കാരണം കലി തുള്ളുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, അത് കലി തുള്ളുമ്പോഴേ മനസ്സിലാക്കിക്കോ അത് ഏത് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോ നമ്മുടെ സ്വർഗീയ പിതാവോടും കർത്താവ് യേശുവോടും കൂടെ ആ ചിന്തകൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ദൈവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെയൊക്കെ ദൈവദാസന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പക്ഷേ നമ്മളെ ചതിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മളെ പിതാവിന്റെ അടുക്കൽ എത്തിക്കുന്ന യേശുവിനെ, പിതാവിനായി നമ്മളെ വിലയ്ക്ക് വാങ്ങി യേശുവിന്റെ പിന്നാലെ യാത്രയാകാം. അങ്ങനെ യേശുവിനെ നമ്മുടെ തലയായി, നമ്മുടെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട്, വാക്കിൽ മാത്രമല്ല ജീവിതത്തിൽ യേശുവിന്റെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ ശരീരമായി നമുക്ക് നിലകൊള്ളാം. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ മീറ്റിംഗ് ട്യൂൺ ചെയ്ത് എല്ലാവരുള്ള നന്ദികളെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, അടുത്ത റിട്രീറ്റ് 23 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന റിട്രീറ്റ്, അടുത്ത എറണാകുളത്ത് പ്രാർത്ഥന നടക്കുന്ന അടുത്ത റിട്രീറ്റ് ഫെബ്രുവരി 2-ാം തീയതിയാണ്. ഏവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവർ ഇതിന് സുവിശേഷം പറഞ്ഞു വെച്ചിരിക്കുന്നവരെയും കൊണ്ടുവരിക. നിങ്ങൾക്ക് കഴിഞ്ഞ റിട്രീറ്റ് 3 പാസ്റ്റർമാരാണ് ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. അപ്പോ ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ പാസ്റ്റർമാരെ എവിടെ നിന്നൊക്കെയോ തപ്പി വരികയാണ്. അടുത്തതിൽ നിങ്ങളും കാണുവാനായിട്ട് ഇടയാകട്ടെ. കാരണം മറ്റുള്ളവർ പഠിപ്പിക്കാത്ത, ബൈബിളിലുള്ള യേശു പഠിപ്പിച്ച, യേശു ജീവിച്ച ആ ദൈവരാജ്യ സന്ദേശവും പുതിയ സൃഷ്ടിയും അതോടൊപ്പം തന്നെ ലോ ഓഫ് ദ സ്പിരിറ്റ് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഇവരെ ക്ഷണിക്കുകയാണ്. കടന്നു വന്നാട്ടെ. തിങ്കളാഴ്ചയാണ്, ഫെബ്രുവരി തിങ്കളാഴ്ച. കടന്നൊരു ഒരാഴ്ച മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പപ്പായോട് കൂടെ ഇരിക്കാം. പപ്പയുടെ വചനത്തിന്റെ കീഴിൽ, പപ്പയെ ആശ്രയിച്ച് പപ്പയുടെ ആത്മാവിന്റെ കീഴിൽ ഇരിപ്പാൻ നിങ്ങളെ ഏവരെ ക്ഷണിക്കുകയാണ്. ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സഹോദരിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഓരോ ക്ലാസ് കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഇത് അനേകർക്ക് പ്രയോജനപ്പെടുവാനിടയായി തീരട്ടെ. ഇത്രത്തോളം ദൈവം തന്റെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ച് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും നമുക്ക് തുടർന്നുള്ള ആഴ്ചകളിലും കൃത്യമായിട്ട് ദൈവവചനം ശ്രവിക്കുവാൻ തക്കോണം ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ഈ ഗോസ്പൽ യുപി എന്ന ചാനലിനോടൊപ്പമായിരുന്നു എല്ലാവരോടും നമ്മുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ദേവദാസനോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് എല്ലാവരോടും. Thank you, Jesus.